You are watching Reporter Evening Show. ചക്കിട്ടപ്പാറയെ നടുക്കിയ ജോസഫിന്റെ മരണം ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത മൂലമാണെന്നുള്ള ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നിട്ടും ഉത്തരവാദിത്തം ഏൽക്കാതെ സർക്കാർ സ്വയം ന്യായീകരിച്ച ദിവസമാണ്. കേരളീയത്തിനും നവകേരള സദസ്സിനും മാത്രമാണ് നിങ്ങളുടെ മുൻഗണനയെന്ന് വി.ഡി. സതീശൻ ആഞ്ഞടിച്ചു. ക്ഷേമ പെൻഷൻ ലഭിക്കാത്തവർക്ക് നൽകണമെന്ന് പ്രതിപക്ഷം തുറന്നടിച്ചു. സർക്കാരിനെതിരെയുള്ള തുറന്ന പോരാട്ടമാണ് ഹൈറേഞ്ചിൽ നമ്മൾ കണ്ടിരുന്നത്. ക്ഷേമ പെൻഷനായി മറിയക്കുട്ടി കോടതിയെ സമീപിച്ചു. കോടതി സർക്കാരിനെ എടുത്തു കുടഞ്ഞു. എന്നാലും ന്യായീകരണത്തിന് സർക്കാർ പഞ്ഞമുണ്ടായിരുന്നില്ല. ക്ഷേമ പെൻഷൻ ആരുടെയും അവകാശമല്ല എന്നുള്ള വല്ലാത്ത ന്യായീകരണവും സർക്കാർ കോടതിയിൽ നിരത്തുകയുണ്ടായി. എല്ലാത്തിനും ഒടുവിൽ ഇന്ന് സഭയിലെ ഭരണ പ്രതിപക്ഷ വാക്പോരും നമ്മൾ കാണുകയാണ്. പെൻഷനിലെ പാവങ്ങളുടെ ടെൻഷന് പരിഹാരമാകില്ല. സ്വാഗതം. പേരാമ്പ്ര മുതുകാട് ഭിന്നശേഷിക്കാരനായ ശ്രീ വളയത്ത് ജോസഫ് ജനുവരി 23-നാണ് ആത്മഹത്യ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വേർപാട് നമുക്കെല്ലാം ദുഃഖകരമായ ഒരു കാര്യമാണ്. നവംബർ 9-നാണ് അദ്ദേഹത്തിന്റെ ഇങ്ങനൊരു കത്ത് നൽകിയത്. അദ്ദേഹം പഞ്ചായത്ത് സെക്രട്ടറിക്ക് പി പാപ്പച്ചൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക നാമം. വളയത്ത് ജോസഫ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഈ കത്ത് നൽകിയത്. ഈ ആത്മഹത്യക്ക് കാരണമായത് ക്ഷേമ പെൻഷൻ ലഭിക്കാത്തത് മൂലമാണെന്ന് തെളിയിക്കുന്ന ഒരു വസ്തുതയും ഉയർന്നു വന്നിട്ടില്ല. മറിച്ചുള്ള വസ്തുതകളാണുള്ളത്. അയാൾ മുന്നറിയിപ്പ് കൊടുത്ത് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്തു. ഇനി ഇത്തരം ആത്മഹത്യകൾ കേരളത്തിൽ ഉണ്ടാകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സർക്കാരിൻ്റെ ഈ മുൻഗണനാക്രമങ്ങൾ മാറുകയും അധികാരത്തിൻ്റെ അഹങ്കാരവും ധിക്കാരവുമാണ് മന്ത്രിയുടെ വാക്കുകൾ ഉൾപ്പെടെ കാണുന്നത്. മുഖ്യമന്ത്രി നിശബ്ദനായിരിക്കുകയാണ്. അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ സഭാ നടപടികൾ ബഹിഷ്കരിച്ചത്. കാരണം ഇത് കേരളത്തിലെ 50 ലക്ഷം പാവങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. അതിനൊരു പരിഹാരം ഇല്ലാതെ സഭയിൽ ഇരിക്കാനുള്ള പ്രയാസമാണ് ഞങ്ങൾക്കുള്ളത്. സഭയിൽ നിന്നുള്ളവർ തന്നെയാണ് ഇന്ന് ചർച്ചയ്ക്കുള്ളത്. CPM-ൽ നിന്നും കെ പ്രേംകുമാർ MLA, ലീഗിൽ നിന്നും അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ MLA, BJP-യുടെ പ്രതിനിധി പ്രിന്റു മഹാദേവ്, ഈ ജോസഫിന്റെ നാട്ടുകാരൻ ചക്കിട്ടപ്പാറയിലെ മുതുകാട് പഞ്ചായത്ത് അംഗമായ ജിതേഷും നമ്മോടൊപ്പം ചർച്ചയിലുണ്ട്. ആദ്യം ശ്രീ പ്രേംകുമാർ, ഇന്നിപ്പോൾ സഭയിലുണ്ടായ കാര്യങ്ങൾ, ധനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ കേട്ടതാണ്. ജോസഫിന്റെ മരണത്തിന് ഉത്തരവാദി സർക്കാരല്ല എന്നൊരു വാദം സർക്കാരിനുണ്ടോ? ക്ഷേമ പെൻഷൻ കിട്ടാത്തതാണ് മരണകാരണമെന്ന് കരുതുന്നില്ല എന്ന് സർക്കാർ പറയുന്നു. പക്ഷേ ഈ ആത്മഹത്യാ കുറിപ്പ് ഒരു മരുന്നിന്റെ ബോക്സിൽ എഴുതി വെച്ചത് സർക്കാരാണ് ഉത്തരവാദി എന്നാണ്. അതിനെങ്ങനെയാണ് സർക്കാർ മനസ്സിലാക്കുന്നത്? അല്ല, ഇവിടെ ചർച്ചയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇൻട്രോ സ്മൃതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഇൻട്രോ തന്നെ എന്താണ് റിപ്പോർട്ടർ ചാനലിൻ്റെ നിലപാട് എന്ന് വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ ഞാൻ എന്തു പറഞ്ഞാലും അതിനെ ഒരു ന്യായീകരണമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. എങ്കിലും ഞാൻ പറയുകയാണ്, നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തു തീർക്കേണ്ടതാണ്, യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തെല്ലാമാണ്, സാഹചര്യം എന്തെല്ലാമാണ് എന്ന് മന്ത്രി വിശദീകരിച്ചതിൽ നിന്ന് ഏതാനും ഭാഗം ഇവിടെ കൊടുത്തു. വിശദീകരിച്ചതിൽ നിന്ന് വ്യക്തമാകുകയും ചെയ്യും. നിലവിലുള്ള ഒരു ഗവൺമെൻറ്റിന്, തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക്, പ്രാദേശിക സർക്കാരുകൾക്ക് ഇങ്ങനെയെല്ലാം ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ സഹായിക്കാനാകും. അതിനെന്തെല്ലാം ചെയ്തു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള സൂചന അതിലുണ്ട്. അദ്ദേഹം എഴുതിയ കുറിപ്പിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ സർക്കാരാണ് ഇതിന് ഉത്തരവാദി എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത് പ്രയാസമാകുമെന്നാണ് സാധാരണ ഒരു സെൻസുള്ള ആരെ സംബന്ധിച്ചും ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച വസ്തുതകളിൽ നിന്ന് മനസ്സിലാവുക. ശ്രീ പ്രേംകുമാർ, ഒന്നിടപെടുകയാണ്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വിശദമായ സർക്കാരിന്റെ നിലപാട് നമുക്ക് വിശദീകരിക്കാം. പക്ഷേ ഒരാൾ തന്റെ ജീവൻ വെടിയാമെന്ന് തീരുമാനിക്കുന്നത് ഗതികെട്ട അവസ്ഥയിലാണ്. ആ ഗതികെട്ട അവസ്ഥയിൽ സർക്കാരാണ് ഉത്തരവാദി എന്ന് എഴുതി വെച്ച് മരിക്കുന്നത് സർക്കാരിനെ ഒന്ന് കുടുക്കിക്കളയാം എന്നുദ്ദേശിച്ച ഒരാൾ ആത്മഹത്യ ചെയ്യുമോ? അങ്ങനെയില്ല. അപ്പോൾ സർക്കാരാണ് ഉത്തരവാദി എന്ന് എഴുതി വെച്ചതിനെ സർക്കാർ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതൊരു ചെറിയ കാര്യമായി പറയുകയും ഈ പെൻഷനുമായി ബന്ധപ്പെട്ട കേന്ദ്ര അവഗണന വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഈ ജോസഫിന്റെ കാര്യത്തിലേക്ക് തന്നെ ഒന്ന് താങ്കൾ ആദ്യം വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജോസഫ് എന്തിനു മരിച്ചു? ജോസഫിന്റെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ജോസഫിന് നിലവിൽ 10 കിലോ അരി സൗജന്യമായിട്ട് ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഇന്ത്യയിൽ ഏറ്റവും കുറവ് അതിദരിദ്രരുള്ള സംസ്ഥാനം എന്ന നിലയിൽ കേരളം, പ്രാദേശിക സർക്കാരുകൾ, ഗവൺമെൻറ്റുകൾ എല്ലാം ഇടപെട്ട് നൽകുകയാണ്. അദ്ദേഹത്തിന് നിലവിൽ മരണത്തിലേക്ക് നയിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് 2 തവണ
ആത്മഹത്യാ പ്രവണത കൃത്യമായി കാണിച്ചിട്ടുള്ളയാളാണ്. സ്വാഭാവികമായും നവംബർ മാസത്തിൽ, ഡിസംബർ മാസത്തിൽ അദ്ദേഹം പണം കൈപ്പറ്റിയിട്ടുണ്ട്. ജനുവരി മാസത്തിൽ ഏതാണ്ട് 28,000 രൂപ അദ്ദേഹം കൈപ്പറ്റിയതായിട്ട് പറയുന്നു. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ലഭിക്കേണ്ട കുടിശ്ശിക ഉൾപ്പെടെയുള്ള സംഖ്യയാണെങ്കിലും നവംബറിനാണ് അദ്ദേഹം പരാതി കൊടുക്കുന്നത്. നവംബറിൽ പൈസ കിട്ടുന്നുണ്ട്, ഡിസംബറിൽ പൈസ കിട്ടുന്നുണ്ട്, ജനുവരിയിൽ അദ്ദേഹം പൈസ മേടിക്കുന്നുണ്ട്. ഇങ്ങനെ ആത്മഹത്യയിലേക്ക് നയിക്കേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിനെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന് അല്പം ഭൂമിയുണ്ട്, ഭൂമിക്ക് പട്ടയമുണ്ട്, കുറച്ച് ഭൂമിക്ക്. സ്വാഭാവികമായിട്ടും പ്രയാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യന് മരണത്തിലേക്ക് നയിക്കാനുള്ള ഒരു കാരണമായിട്ട് ഈ നിലവിലുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഇത് എത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് എൻ്റെ മാത്രം ഒരു ബോധ്യമായിട്ടല്ല. ധനകാര്യ വകുപ്പ് മന്ത്രി വിശദീകരിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ പൊതുസമൂഹത്തിനത് ബോധ്യമാകും. ഞാൻ പറയുന്നത് 5 സെന്റിൽ താഴെയുള്ള ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. നിലവിൽ ഒരു നിലയിലുള്ള സഹായവും തൊഴിലുറപ്പ് പണിക്ക് പോകാതെ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഒരാൾ ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് സ്വാഭാവികമായും അതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ് എന്ന് പറയുന്നത് ശരിയാണോ? മാധ്യമം എന്ന നിലയിൽ, മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? അതാണ് പ്രാഥമികമായി ചെയ്യേണ്ടത്. ശ്രീ പ്രേംകുമാർ, എന്തിന് ആത്മഹത്യ ചെയ്തു എന്നുള്ള പരിശോധനയാണ് വേണ്ടത്. കൊടുത്ത കണക്കുകളൊക്കെ ഇങ്ങനെ പറയുന്നു എങ്കിൽ ഏത് രൂപത്തിലാണ് അതിൽ പോലീസ് അന്വേഷണം നടന്നത് കൂടി വ്യക്തമാക്കേണ്ടതുണ്ടല്ലോ. നിങ്ങൾ ആദ്യം തന്നെ ആ ഒരു തീരുമാനത്തിലെത്തുകയാണെന്ന് അത് മറിയക്കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഷംസുദ്ദീനിലേക്ക് മറിയക്കുട്ടിയുടെ കാര്യമല്ലല്ലോ ഇവിടെ. അരി എത്ര എന്ന് ചോദിക്കുമ്പോ പയറഞ്ഞാടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞു മരിച്ചവരെയും അപമാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് സഭയിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അതാണ്. ഇത് കാഴ്ച കാണുന്ന ഒരു സാധാരണക്കാരന് മനസ്സിലാക്കുന്ന അതാണ്. താങ്കൾ പറഞ്ഞ സാമാന്യ ബുദ്ധി ഇല്ലാതെയായിരിക്കും, എന്നാൽ ഭൂരിഭാഗത്തിനും ആ സാമാന്യ ബുദ്ധി ഇല്ല എന്ന് വിചാരിക്കേണ്ടി വരും. കാരണം ആ ആത്മഹത്യ കാരണം പരിശോധിക്കാതെ സർക്കാർ എന്തൊക്കെ ചെയ്യുന്നു, പൊതുവിൽ എന്ത് ചെയ്യുന്നു എന്നുള്ള വിശദീകരിക്കാനാണ് നിങ്ങൾ മുഴുവൻ സമയം എടുത്തിട്ടുള്ളത്. അത് ഈ വിഷയത്തിൽ മാത്രമല്ല. തിരികെ എത്താം ശ്രീ പ്രേംകുമാർ. പൊതുവിലല്ല, ജോസഫിന് എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദിക്കുന്നത്. അല്ല, ഞാനിങ്ങനെ സംസാരിക്കുന്ന ഓരോ ഘട്ടത്തിലും അത് അങ്ങനെ ഇടപെടുന്നത് ഒരു സുഖകരമായിട്ടുള്ള കാര്യമല്ല. എന്നാൽ പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള നിലപാടെല്ലാം പറഞ്ഞ് എനിക്ക് 3 മിനിറ്റ് ആണെങ്കിൽ 3 മിനിറ്റ് തന്നാ മതി. നിങ്ങൾ അനുവദിക്കുന്ന ഒരു സമയം എത്രയാണോ നിങ്ങളുടെ നിലപാട്, നിങ്ങളുടെ നിലപാട്. ഞാൻ ഈ പറഞ്ഞതിൽ എന്താണ് ജോസഫിന് അപ്പുറത്തുള്ളത്? ജോസഫിന് എന്ത് സംഭവിച്ചു എന്ന ഏത് രൂപത്തിൽ ഞാൻ ഈ പറഞ്ഞതിൽ എന്താണ്? അതെ, ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കാരണമായി പെൻഷൻ മുടങ്ങിയതിനെ കാണാനാകില്ല. കാരണം അദ്ദേഹം നവംബർ മാസത്തിൽ പരാതി കൊടുക്കുന്നു. നവംബറിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള സഹായം ലഭിച്ചോ? ഡിസംബർ മാസത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സാമ്പത്തികമായ സഹായം ലഭിച്ചോ? ജനുവരി മാസത്തിൽ അദ്ദേഹം ഏതെങ്കിലും നിലയിൽ സംഖ്യ കൈപ്പറ്റിയോ? നിങ്ങൾ അന്വേഷിക്കണ്ടേ മാധ്യമം എന്ന നിലയിൽ കൂടി. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം നവംബറിലും ഡിസംബറിലും ജനുവരിയിലും അദ്ദേഹം സംഖ്യ കൈപ്പറ്റിയതായിട്ട് കാണുന്നു. അതിൽ അങ്ങനെ സംഖ്യ കൈപ്പറ്റുന്ന ഒരു സാഹചര്യത്തോടൊപ്പം തന്നെ ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിക്കാതിരിക്കുന്നതിന് അദ്ദേഹത്തിന് സൗജന്യമായിട്ടുള്ള റേഷൻ അനുവദിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭിന്നശേഷിക്കാരായിട്ടുള്ള മകളുടെ പെൻഷനും അദ്ദേഹം തന്നെ വാങ്ങുന്ന സാഹചര്യം നിലവിലുണ്ട്. ഇത്തരം ഒരു അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉള്ളതായി കാണുന്നില്ല. ഒരാൾ ഒരു കാരണം എഴുതി വെച്ചു എന്നതുകൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള നിങ്ങളെപ്പോലെയുള്ള വ്യത്യസ്ത നിലപാടുകളുള്ള ഒട്ടേറെ മാധ്യമ സ്ഥാപനങ്ങൾ, ആ മാധ്യമങ്ങൾ തന്നെ കണ്ടെത്തുകയുണ്ടായി ഇതൊരു ആത്മഹത്യക്കുള്ള കാരണമായി കാണാൻ കഴിയില്ല എന്ന് ധനകാര്യ വകുപ്പ് മന്ത്രിയോട് പറയുകയും ചെയ്യുന്നു. മറ്റൊന്ന്, 2.5 കൊല്ലത്തെ പെൻഷൻ ഇവിടെ മുടക്കം വരുത്തിയിട്ടുള്ള അനുഭവം കേരളത്തിലുണ്ട്. കുടിശ്ശിക വെച്ചിട്ട് ശ്രീ കെ പ്രേംകുമാർ, ഇതിന്റെ മറുവശവും കൂടി നമ്മൾ കണ്ടുപോകണമല്ലോ. ഇതിന്റെ മറുവശവും കൂടി നമ്മൾ കണ്ടുപോകണം. ഡിസ്പ്യൂട്ടിലേക്ക് പിന്നെ വരുമായിരിക്കും. ശ്രീ കെ പ്രേംകുമാർ, ഒരു ഭാഗം മാത്രം കേട്ട് നമുക്ക് പോകാൻ കഴിയില്ലല്ലോ, മറുഭാഗവും കൂടി അറിയണമല്ലോ. അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ MLA ഇന്ന് നിയമസഭയിൽ നടന്ന സംവാദങ്ങളൊക്കെ കണ്ടയാൾ തന്നെയാണ്. സമയത്ത് തന്നെ കാണുകയാണ്. മറുഭാഗം കേൾക്കേണ്ട സമയം അതാണ്. അതെ, മറുഭാഗം കേൾക്കേണ്ട സമയം ഞാൻ എന്താണോ പറഞ്ഞത് അപ്പൊ തന്നെ മറുഭാഗത്തേക്ക് പോകണം. ആയിക്കോട്ടെ,
മറുഭാഗത്തേക്ക് പോയിക്കോളൂ. താങ്കൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ജോസഫിന് എന്താണ് സംഭവിച്ചത് എന്നതിൽ നിയമസഭയിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നതും ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ പറയുന്നതും എല്ലാം ഒരേ സ്വരത്തിലാണ്. ശ്രീ കെ പ്രേംകുമാർ, അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ, 3 വിശദീകരണങ്ങൾ ഇതിനകം നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്നു, നമ്മൾ കേൾക്കുന്നു. ഇപ്പോൾ ജിതേഷ് ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ജിതേഷിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് സുനിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയല്ലേ ഇന്ന് നിയമസഭയിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നത്? അതായത് 2010 ജനുവരി 11 ജോസഫ് ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ ഭിന്നശേഷി പെൻഷൻ അപേക്ഷ നൽകിയത് മുതലുള്ള കഥകൾ ഇങ്ങനെ വിവരിക്കുകയാണ്. 3 തവണ ഒരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഒടുവിൽ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് എഴുതി വെച്ച കുറിപ്പിൽ സർക്കാരിനെ പരാമർശിക്കുമ്പോൾ അതങ്ങ് റദ്ദാക്കുന്ന തരത്തിലുള്ള ഇതുവരെ ശ്രീ കെ പ്രേംകുമാർ നടത്തിയ ന്യായീകരണം, സഭയിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ നടത്തിയ ന്യായീകരണം, ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് സമരമുയർന്നപ്പോൾ നടത്തിയ ന്യായീകരണം, അതുകൂടി വെച്ച് നോക്കുമ്പോൾ താങ്കൾക്ക് എത്താൻ കഴിയുന്ന ഒരു നിഗമനം എന്താണ്? ഈ ആത്മഹത്യ അതിന് സർക്കാരിന് ഉത്തരവാദിത്തമില്ല എന്നുള്ള ഒരു കൈകഴുകലല്ലേ ഇവിടെ സംഭവിക്കുന്നത്? അല്ല, അത് ഗവൺമെൻറ് പറയുന്നത് തീർത്തും നിരുത്തരവാദപരമായിട്ടാണ്. ഇവിടെ ഈ സാധുവിൻ്റെ ആത്മഹത്യയിൽ ഗവൺമെൻറ്റിനാണ് ഉത്തരവാദിത്തമുള്ളത്. കാരണം ഗവൺമെൻറ് സമയാസമയങ്ങളിൽ കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാത്തത് കൊണ്ട് ഈ പെൻഷനും അതുപോലുള്ള ആനുകൂല്യങ്ങളും കിട്ടിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരുപാട് സാധുക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ ഇപ്പോൾ എൻ്റെ സ്നേഹിതൻ പ്രേംകുമാർ പറഞ്ഞു, അദ്ദേഹത്തിന് ഡിസംബറിൽ പൈസ കിട്ടിയിട്ടുണ്ട്. ഡിസംബറിൽ നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ട്. ഏത് പൈസയാണ് കൊടുത്തത്? ഓഗസ്റ്റിൽ കൊടുക്കേണ്ട പൈസയുടെ കുടിശ്ശികയാണ് ഡിസംബറിൽ കൊടുക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റിൽ കൊടുക്കേണ്ട പണം ഡിസംബറിൽ കൊടുത്താൽ ഡിസംബറിലെ പൈസ അല്ല അത്. അതിനിടയിലുള്ള മാസങ്ങളിലും അയാളുടെ പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ കുടിശ്ശികയാണ്, ഓഗസ്റ്റിലെ കുടിശ്ശികയാണ് ഡിസംബറിൽ കൊടുക്കുന്നത്. പിന്നെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കിട്ടിയ കാര്യങ്ങൾ പറഞ്ഞു, അതും വെരിഫൈ ചെയ്യേണ്ട സംഗതികളാണ്. പക്ഷേ ഇവിടെ വളരെ കൃത്യമായിട്ട് അതും കുടിശ്ശികയാണെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഇത്ര വലിയ എമൗണ്ടൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ കിട്ടുന്നത് കുടിശ്ശികയായിട്ടാണ്. അപ്പോൾ ഈ സാധുക്കൾ കടയിൽ നിന്ന് പറ്റ് വാങ്ങിയിട്ടും അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. ഈ കിട്ടുന്ന പണം കടം വാങ്ങിയവർക്ക് തിരിച്ചു കൊടുക്കാൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഈ ജോസഫിൻ്റെ കാര്യം പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കിടപ്പ് രോഗിയാണ്, മകൾ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു സ്ത്രീയാണ്, 42 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർക്കൊക്കെ ചികിത്സയും പ്രയാസങ്ങളും ഒക്കെ ഉള്ള ഇദ്ദേഹം ഈ പെൻഷൻ കിട്ടാത്തതാണ് എൻ്റെ മരണകാരണം എന്ന് പറയുമ്പോൾ ഒരാളങ്ങനെ മരണം കൊണ്ട് കളിക്കൂ? ഇവിടെ രാഷ്ട്രീയം കളിക്കാൻ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ ഒന്ന് പ്രതിക്കൂട്ടിലാക്കിയേക്കാം. ഞാൻ മരിച്ചിട്ട് ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിലാക്കട്ടെ എന്ന് ഒരു ബോധമുള്ള ഒരാൾ ചിന്തിക്കും. നിവൃത്തികേട് കൊണ്ടാണ് അദ്ദേഹം ഈ സംഗതി പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തത്. ഇത് ആദ്യത്തെ സംഭവമല്ലല്ലോ. നിങ്ങൾ ഗവൺമെൻറ് നടപടികൾ മൂലം ആത്മഹത്യകൾ സംസ്ഥാനത്ത് പെരുകല്ലേ? കുട്ടനാട്ടിലെ കർഷകൻ എന്തിനാ ആത്മഹത്യ ചെയ്ത്? നിങ്ങൾ കൊടുത്ത പാഡി റെസിപ്റ്റ് ഷീറ്റ് അതുകൊണ്ട് അയാളെ കടക്കാരനാക്കി. അയാൾ നല്ല നെല്ല് സർക്കാരിന് തന്നിട്ട് അയാൾ ബാങ്കിലെ കടക്കാരനാക്കി. അയാൾക്കൊരു ബാങ്കിൽ നിന്നും ലോൺ കിട്ടാത്ത സ്ഥിതി ഉണ്ടായി. ആരുടെ ആക്ഷനാണ്? ഗവൺമെന്റിന്റെ നടപടിയാണ്. അയാൾ ഉണ്ടാക്കിയ നെല്ല് വളരെ കൃത്യമായി സർക്കാരിന് കൊടുത്തതാണ്. അതിന് പൈസ കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. നിങ്ങൾ ലോൺ എടുത്തു കൊടുത്തു, ലോൺ സമയത്തിന് നിങ്ങൾ വീട്ടാത്തതുകൊണ്ട് അയാളെ കടക്കാരനാക്കി, അയാളെ പിന്നെ കരിമ്പട്ടികയിൽപ്പെടുത്തി അയാൾക്ക് ലോൺ കൊടുക്കാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് തോറ്റുപോയി സഹോദര എന്ന് പറഞ്ഞിട്ട് കുട്ടനാട്ടിലെ പ്രസാദ് ആത്മഹത്യ ചെയ്ത്. അതിൻ്റെ 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ലൈഫ് ഭവന പദ്ധതിയിൽ വീടിന് ആദ്യ ഗഡു കിട്ടിയിട്ട് വീട് പണിതീരാത്ത വീടായി ഇങ്ങനെ നിൽക്കുകയാണ്. അത് പൂർത്തീകരിക്കാൻ നിർവാഹമില്ലാതെ മറ്റൊരു സാധു ആത്മഹത്യ ചെയ്തത് പത്തനംതിട്ട ജില്ലയിൽ ഓമല്ലൂരിൽ. അപ്പോൾ ഈ സംഗതി ഒരു പുതിയ സംഭവമല്ല. എന്നിട്ടും അതിനെ ന്യായീകരിക്കുകയും ഇതിന് എങ്ങനെ ഇത് സർക്കാരിന് ഉത്തരവാദിത്തമില്ല എന്ന് വരുത്തി തീർക്കാൻ എന്തൊക്കെ ഗവേഷണം നടത്താൻ കഴിയുമോ അതൊക്കെയാണ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ഭരണകക്ഷിയും ഇപ്പോൾ അതിനുവേണ്ടി ന്യായീകരിക്കുന്ന MLA-മാരൊക്കെ ചെയ്യുന്നത്. ഇത് വളരെ മോശമാണ്. കാരണം സാമ്പത്തിക സ്ഥിതി സംസ്ഥാന സർക്കാരിൻ്റെത് വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. ഇന്ന് രാവിലെ ഒരു ചോദ്യോത്തരം ഉണ്ടായിരുന്നു, അതിൽ ഞങ്ങൾ ചോദിച്ചു, ഇപ്പോൾ കേരളീയം നടത്തിയത് വലിയ മേനിയായിട്ട് മുഖ്യമന്ത്രിയും മറ്റും പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഗവൺമെൻറ്റിന് പ്രയോറിറ്റി ഉണ്ടാകണം. ഈ പാവങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത് ആദ്യം തടയാൻ കഴിയണം. അത് കഴിഞ്ഞിട്ടല്ലേ കേരളീയം. കേരളത്തിൻ്റെ നേട്ടവും കേരളത്തിൻ്റെ സമൃദ്ധിയും ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതിന് നമുക്കൊക്കെ സന്തോഷമല്ലേ. കേരളം നിങ്ങളത് മാത്രമല്ലല്ലോ, കേരളം എല്ലാവരുടേതുമാണ്. പക്ഷേ ഒരു നാട്ടിലൊരു വറുതിയും പ്രതിസന്ധിയും വരുമ്പോൾ ആദ്യം തീർക്കേണ്ട പ്രശ്നം ഏതാണ്? ആദ്യം തീർക്കേണ്ട പ്രശ്നം ഈ പട്ടിണി പാവങ്ങളുടെ പെൻഷനാണ്. അത് കൊടുത്തിട്ട് അതുപോലെ താലൂക്ക് സർക്കാർ ആശുപത്രികളിലെ മരുന്നാണ്, അതൊക്കെ കൊടുക്കാൻ ബാക്കി വെച്ചിട്ട് നിങ്ങൾ കേരളീയ ആഘോഷിച്ചാൽ അത് ശരിയല്ല എന്ന് ഞങ്ങൾ പറയും. അതേ പറഞ്ഞിട്ടുള്ളൂ.
ശരി, അപ്പൊ അതുകൊണ്ട് BJP പ്രതിനിധിയിലേക്ക് ഇവിടെ പോകുന്നു. ശ്രീ പ്രേംകുമാർ പ്രിൻറ്റു വളരെ, മഹാദേവ്. പിന്നെ കഷ്ടപ്പെട്ട് തന്റെ യഥാർത്ഥ പ്രതി കേന്ദ്ര സർക്കാരാണ് എന്നുള്ളതാണ് സർക്കാർ ആവർത്തിച്ചു പറയുന്നത്. കേന്ദ്ര പദ്ധതിയുടെ കുടിശ്ശിക 5891 കോടിയാണ്. അത് ഏത് വിധത്തിലെന്ന് കൃത്യമായി സർക്കാർ വിശദീകരിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ജോസഫിന്റെ മരണത്തിൽ BJP എവിടെ നിൽക്കുന്നു? അല്ല മേഡം, ഇതിനകത്ത് ആദരണീയനായിട്ടുള്ള MLA പ്രേംകുമാർ അദ്ദേഹം ഒരു മനുഷ്യന്റെ മരണത്തെ ഏതൊക്കെ രീതിയിലാണ് അപമാനിച്ച് സംസാരിക്കുന്ന ആ രീതിയിലൊക്കെ അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷ്യമാകാം, അല്ലെങ്കിൽ ഒരു ക്യാപ്സൂളാകാം. ആ ക്യാപ്സൂളാണ് നിയമസഭയിലും കേട്ടത്, ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിലും കേൾക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഒന്ന് നോക്കൂ. ഈ നമ്മൾ പലതവണ അദ്ദേഹം പണം കൈപ്പറ്റി എന്നതിൻ്റെ ഒരു വ്യാഖ്യാനം നടത്തിക്കൊണ്ട് ആ ആത്മഹത്യയെ എത്ര ലഘൂകരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതിൽ പരം അദ്ദേഹത്തിനോട് ചെയ്യുന്ന ദ്രോഹം വേറെ എന്താണുള്ളത്? നിങ്ങൾ മനസ്സിലാക്കണം. കുടിശ്ശികയാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, തൊഴിലുറപ്പ് പദ്ധതിയുടെ കുടിശ്ശികയിൽ അദ്ദേഹത്തിന് കിട്ടിയ 18,000 രൂപയെ പറയുന്നത്. ഈ ഒരു മനുഷ്യൻ നോക്കൂ, മാനസികമായി ദൗർബല്യം നേരിടുന്ന അദ്ദേഹത്തിൻ്റെ മകൾ, കിടപ്പ് രോഗിയായിട്ടുള്ള ഭാര്യ, പിന്നെ അദ്ദേഹം, ഈ ഒരു മനുഷ്യൻ്റെ നിത്യജീവിതത്തെ മുന്നോട്ട് പോകാൻ സാഹചര്യമില്ലാതെ മാസങ്ങളോളം ആ മനുഷ്യൻ കടം മേടിച്ചും പറ്റുമേടിച്ചും അയൽവാസികളുടെ കയ്യിൽ നിന്ന്, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക, അയൽവാസികളുടെ കൈകളിൽ അനവധി സഹായങ്ങൾ മേടിച്ച് ഇനി ഒരു ആളുകളുടെ മുമ്പിൽ കൈനീട്ടാൻ പറ്റാത്തൊരു സാഹചര്യം ഈ സർക്കാർ ഉണ്ടാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സർക്കാരിനെതിരെ അദ്ദേഹം ആത്മഹത്യക്കുറിപ്പ് എഴുതിയിട്ട് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമില്ല എന്നും അദ്ദേഹത്തിന് നിരവധി തവണ പണം കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആ മനുഷ്യനോട് ചെയ്യുന്ന മരണപ്പെട്ടുപോയ ആ മനുഷ്യനോട് ചെയ്യുന്ന ദ്രോഹമാണെന്ന് ആദരണീയനായിട്ടുള്ള MLA ഒന്ന് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ കേന്ദ്രത്തിനെതിരെ ഇങ്ങനെ പഴിചാരിക്കൊണ്ട് ഈ കേരളം നേരിടുന്ന വലിയ ധനകാര്യ പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകാൻ ആവില്ല പ്രേംകുമാർ സാർ. നിങ്ങൾ മനസ്സിലാക്കണം, എന്തടിസ്ഥാനത്തിലാണ് കേന്ദ്രം നിങ്ങൾക്ക് അവഗണന കാട്ടി കേന്ദ്രം പണം അനുവദിച്ചില്ല എന്ന് പറയുന്നതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള എവിഡൻസ് നിങ്ങൾക്ക് ഇതുവരെ ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഈ ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഒക്ടോബർ മാസത്തിലാണ് കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചിട്ടുള്ളത്. ആ പണം അനുവദിക്കാതിരിക്കുന്ന കാരണമുണ്ട്. നമുക്കറിയാം, ഈ ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട് പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ മുഴുവൻ വിതരണം ചെയ്യുന്നത്. എല്ലാ സംസ്ഥാനങ്ങളും ആ പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗമായപ്പോൾ കേരളം അതിൻ്റെ ഭാഗമാകുന്നില്ല. എന്തുകൊണ്ട്? ഈ ആധുനിക കാലഘട്ടത്തിൽ വേ ബില്ലിംഗ് അടക്കമുള്ള സംവിധാനമുള്ള സമയത്ത് എന്തിനാണ് ഈ പറയുന്ന പേപ്പർ കെട്ടുകൾക്കിടയിൽ, ഫയലുകൾക്കിടയിൽ ഈ പാവപ്പെട്ടവൻ്റെ ജീവിതത്തെ നിങ്ങളിങ്ങനെ നരകിപ്പിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? ഒന്ന് മനസ്സിലാക്കണം. കേന്ദ്രം ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് പണം തന്നില്ല എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനമില്ല മേഡം. അതെങ്ങനെ പൊതുകടമെടുപ്പിൽ നിന്ന് കുറയ്ക്കുക? അത് പൊതുകടമെടുപ്പിൽ നിന്ന് കുറയ്ക്കുകയല്ലേ ഇപ്പോൾ കേന്ദ്രം ചെയ്യുന്നത്? കൃത്യമായ കണക്ക് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുകയല്ലേ? അതുകൂടി നോക്കൂ. UGC ശമ്പള പരിഷ്കരണ കുടിശ്ശിക 750 കോടി, നഗരവികസന ഗ്രാന്റ് 546 കോടി, ഗ്രാമവികസന ഗ്രാന്റ് 1008 കോടി, നെല്ല് സംഭരണമടക്കമുള്ള ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്ക് 790 കോടി, വിവിധ ദുരിതാശ്വാസങ്ങൾക്കുള്ളത് 138 കോടി. അങ്ങനെ ആകെ 5981 കോടി, 5891 കോടി. ശരിയാണ് മേഡം. ഇതിനകത്ത് ശാസ്ത്രീയമായ രീതിയിൽ വേ ബില്ലിംഗ് പ്രകാരം AG ഒപ്പിട്ടുകൊണ്ട് കണക്ക് കൊടുത്ത ഏത് പദ്ധതിക്കാണ് മേഡം പണം കിട്ടാതിരുന്നത്? പറയണം. നമുക്ക് AG ഉണ്ടല്ലോ. അപ്പം ഞാൻ പറയും, കേന്ദ്ര സർക്കാരിന് അങ്ങനെ പല രീതിയിൽ അങ്ങനെ പണമൊന്നും അനുവദിക്കാൻ പറ്റില്ല സാർ. CAG അവിടെയും ഉണ്ടല്ലോ. കേന്ദ്ര സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമാക്കിയാൽ മാത്രമാണ് അവിടെ CAGക്ക് കേന്ദ്ര സർക്കാരിനും CAG ഉണ്ടല്ലോ മേഡം. ഇപ്പം നിർമ്മലാ സീതാരാമൻ നരേന്ദ്രമോദിയോ വിചാരിച്ചുകൊണ്ട് കേരളത്തിന് പണം അനുവദിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇവിടെ നിന്ന് കൃത്യമായിട്ട് രേഖകൾ സമർപ്പിച്ച ഒരു പദ്ധതിക്ക് പോലും പണം അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടില്ല. ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട് മേഡം ഒക്ടോബർ 31-ാം തീയതിയാണ് ഇവർ കഴിഞ്ഞ 2023 ഒക്ടോബർ 31-ാം തീയതിയാണ് ഇവർ സമർപ്പിച്ചത്, ഏജ് റിപ്പോർട്ട് സമർപ്പിച്ചത്. നവംബർ 17-ാം തീയതി ആദ്യഘട്ടത്തിൽ 600 കോടി രൂപ ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട് മേഡം. രണ്ടാം ഘട്ടത്തിന്റെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു ഫയലിങ്ങോ ഒരു രേഖയോ കേന്ദ്ര സർക്കാരിൽ സമർപ്പിച്ചിട്ടില്ല. സമർപ്പിക്കപ്പെടാത്ത രേഖകളുടെ പണം കേന്ദ്ര സർക്കാർ തരണമെന്ന് പറയുന്നതിന്റെ ഔചിത്യം എന്താണ്? നിങ്ങൾ ഈ പറയുന്ന കണക്കുകളൊക്കെ നോക്കൂ നിങ്ങൾ സാർ. 750 കോടിയുടെ UGC ഗ്രാന്റുമായി ബന്ധപ്പെട്ട് കേന്ദ്രം നിഷ്കർഷിക്കുന്ന ഫയലിംഗ് നടന്നിട്ടുണ്ടോ? ആ ഫയലിംഗ് തിരുത്തി സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ട് 3 മാസമായി മേഡം. ഇതുവരെ കൃത്യമായിട്ട് ഫയലിംഗ് നടക്കാത്തത് കൊണ്ടാണ് 750 കോടി രൂപയുടെ UGC ഫണ്ട് കേരളത്തിൽ ലഭിക്കാത്തത്. ഇനി തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് നോക്കൂ, ഈ പദ്ധതികൾ എല്ലാം തന്നെ എന്തിനാണ് ഇവരിങ്ങനെ ഈ ഫയലിങ്ങിനെയും ഈ പറയുന്ന സിംഗിൾ സിസ്റ്റത്തിലേക്ക് ഈ നമ്മുടെ സാമ്പത്തിക സംവിധാനങ്ങൾ വരുന്നതിനെ ഭയപ്പെടുന്നത്? അവിടെയല്ല പ്രശ്നം.
നിങ്ങൾ പറയൂ, നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ള സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിട്ടുള്ള കൃത്യമായ രേഖകൾ, നമുക്ക് അങ്ങനെയാണല്ലോ AG എന്ന് പറയുന്ന ഒരു താപ്പാനയൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ ഒരു ഇരുമ്പുലക്കൊന്നും അല്ലല്ലോ. AG എന്ന് പറയുന്ന ഒരാളെ ഒരു പദവി അനുസരിച്ച് ഒരാളെ ഇരുത്തിയിട്ടുണ്ടല്ലോ. AGക്ക് എന്താ പണി? അതും പോട്ടെ, ഇനി ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇവർ കേന്ദ്രത്തിൽ ഒരാളെ ഇവിടുന്ന് നമ്മളുടെ പണമൊക്കെ കൊടുത്ത്, നികുതി പണം കൊണ്ട് ഒരാളെ അവിടെ ക്യാബിനറ്റ് പദവി കൊടുത്ത് ഇരുത്തിയിട്ടില്ലേ? ഒരാളുണ്ടല്ലോ. അപ്പം നോക്കൂ, നിങ്ങൾ ഇത് എല്ലാ കാര്യത്തിലും യാതൊരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്രത്തെ മുൾമുനയിൽ നിർത്തുന്ന സാഹചര്യം നിങ്ങൾ ഇനി കേരളത്തിൽ നടക്കില്ല. കാരണം നമുക്കറിയാം, നിർമ്മലാ സീതാരാമൻ വന്നില്ലേ? ഈ വിഷയമുണ്ടായ സമയത്തല്ല നിർമ്മലാ സീതാരാമൻ കേരളത്തിൽ വന്നത്. അദ്ദേഹം പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഇവർ 50,000 കോടിയുടെ ആണല്ലോ കണക്ക് പറഞ്ഞത്. 50,000 കോടി നിർമ്മലാ സീതാരാമൻ വന്നപ്പോൾ അത് 5,000 കോടിയിലെത്തിയല്ലോ. ഇനി 5,000 കോടി നോക്കട്ടെ. നമുക്ക് എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇവർ കേന്ദ്രം കടമെടുക്കാൻ അനുവദിക്കുന്നു മേഡം പറഞ്ഞല്ലോ. നമ്മൾ നോക്കണം, ഈ 2003 പാർലമെന്റിൽ പാസ്സാക്കിയ ഫിസിക്കൽ ആക്ട് പ്രകാരം 29% കൂടുതൽ GDP-യുടെ 29% കൂടുതൽ കടബാധ്യതയുണ്ടെങ്കിൽ കടമെടുക്കാൻ അനുവദിക്കാൻ സാധിക്കില്ല. കേരളത്തിന്റെ കടബാധ്യത എന്ന് പറയുന്നത് 39%. അപ്പോൾ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. ഈ സാങ്കേതിക പ്രശ്നത്തെ കൃത്യമായിട്ട് പരിഹരിക്കുന്നതിന് പകരം കേന്ദ്രം ഞങ്ങളെ ഞെക്കിക്കൊല്ലുന്നു എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും കേരളത്തിന്റെ ഈ സാമ്പത്തിക പ്രതിസന്ധി മാറില്ല. അതിന് രണ്ടു കൂട്ടർക്കും ഉത്തരവാദിത്തമുണ്ട്. ഉത്തരവാദിത്തമുണ്ട് എന്നൊരു അനുമാനത്തിലേക്കെങ്കിലും താങ്കൾ എത്തിയത് നന്നായി. പ്രേംകുമാർ മറുപടി പറയട്ടെ. എനിക്ക് തോന്നുന്നു ജിതേഷ് മുതുകാടിലേക്ക് പോകാം. അതെ, പഞ്ചായത്ത് മെമ്പർ പ്രേംകുമാറിലേക്ക് വരുന്നതിന് മുൻപ് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗം കോൺഗ്രസിന്റെ മെമ്പറാണ് ജിതേഷ് മുതുകാട്. ജോസഫിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ആ പ്രദേശത്തുള്ള ജിതേഷിന് വളരെ നന്നായി അറിയാം. ജോസഫ് നേരത്തെ എഴുതിയ ആത്മഹത്യാ കുറിപ്പുകൾ അല്ലെങ്കിൽ ആത്മഹത്യക്കായുള്ള ശ്രമങ്ങൾ, അതൊക്കെയാണ് ഇന്ന് സഭയ്ക്കകത്തും ഇപ്പോൾ ശ്രീ പ്രേംകുമാറും അടക്കം സൂചിപ്പിച്ചത്. ഇതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ പറയുന്നതനുസരിച്ച് പുതിയ വീടിന് 4 ലക്ഷം, സഞ്ചരിക്കുന്നതിന് മുച്ചക്ര വാഹനം, വീട്ടിലേക്ക് വാഹനം പോകില്ലെന്ന് പറഞ്ഞപ്പോൾ 5 ലക്ഷം മുടക്കി റോഡ്. അങ്ങനെ ജോസഫിന് പെൻഷനായി കൊടുത്ത 54,000, തൊഴിലുറപ്പ് കൂലിയായി 2023 98 തൊഴിൽ ദിനങ്ങൾക്ക് കൈപ്പറ്റിയ തുക, ഈ തുകകളുടെയൊക്കെ കണക്ക് നിരത്തുമ്പോഴും എന്തായിരുന്നു പ്രതിസന്ധി? ജോസഫിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട പ്രതിസന്ധി എന്തായിരുന്നു എന്ന ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. അതിന് ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്ന സർക്കാരിനെയാണ് ഇന്ന് നമ്മൾ നിയമസഭയിൽ കണ്ടത്. സർക്കാരിന്റെ പ്രതിനിധിയെയാണ് നമ്മൾ ഈ ചർച്ചയിൽ കാണുന്നത്. ജോസഫ് ആത്മഹത്യ ചെയ്തത് വെറുതെ അങ്ങ് ആത്മഹത്യ ചെയ്തു എന്ന ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുമോ? പ്രത്യേകിച്ചും കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ റിപ്പോർട്ട് ഇന്ന് വന്നിട്ടുണ്ട്. സ്നേഹിൽ കുമാർ സിംഗ് കൃത്യമായി പറയുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു ജോസഫിനെന്ന്. സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായ കളക്ടറുടെ റിപ്പോർട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മറുഭാഗത്ത് സഭയിൽ ഇങ്ങനെയുള്ള ന്യായീകരണം കാണുന്നത്. ആ പ്രദേശത്ത് നിന്നുള്ള ജോസഫിനെ അറിയാവുന്ന വ്യക്തി എന്ന നിലയിൽ കൂടി ജിതേഷിന് ഇന്ന് സഭയിൽ കണ്ടതിനോട് പറയാനുള്ള പ്രതികരണം എന്താണ്? ഈ ചർച്ചയിൽ കേട്ടതിനോടുള്ള മറുപടി എന്താണ്? ജിതേഷ് മുതുകാട്. ഇവിടെ എനിക്കിപ്പോൾ സംശയം, ജനുവരി 23 ശ്രീ വളയത്ത് പാപ്പച്ചൻ്റെ മരണം നടന്നത് അന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് മുതൽ ഇന്നിപ്പോൾ കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് പ്രസംഗിച്ച KN ബാലഗോപാലൻ എന്ന് പറയുന്ന നമ്മുടെ മന്ത്രി വരെ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും കൊല്ലുന്ന അവസ്ഥയാണ് കാണുന്നത്. നേരത്തെ നിങ്ങളാരോ സൂചിപ്പിച്ചതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇറക്കിയ അതേ ക്യാപ്സൂൾ നിയമസഭയ്ക്കകത്ത് വരെ എത്തിയിരിക്കുകയാണ്. ഇതിൽ തന്നെ കൃത്യമായി പറഞ്ഞാൽ ജനുവരി 23 2 മണിക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് FB ലൈവിലൂടെയും ചില മാധ്യമങ്ങളിലൂടെയും പറഞ്ഞത് ഇന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ആ പറഞ്ഞത് തന്നെ പൂർണ്ണമായും തെറ്റാണ്. ഞങ്ങൾ പല ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നു, ആ പറഞ്ഞതിലൊന്നും ഒരു അടിസ്ഥാനവുമില്ല. അതിലൊന്നാമത്തെ കാര്യം, നവംബർ മാസം 9-ാം തീയതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ജില്ലാ കലക്ടർക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിക്കും പെരുവണ്ണാമൂഴി SHOയ്ക്കും പ്രിയപ്പെട്ട ജോസഫ് വളയത്ത് എന്ന പാപ്പച്ചൻ എഴുതി നൽകിയിട്ടുള്ള പരാതി. അതിലെന്താണ് പറയുന്നത്? എനിക്ക് കൃത്യമായി മാസത്തിൽ പെൻഷൻ ലഭിക്കണം. ആ പെൻഷൻ കൊണ്ട് മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ബഡ്ജറ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ആ പെൻഷൻ ലഭിച്ചിട്ടില്ല എങ്കിൽ, ഇപ്പോൾ 5 മാസമായി പെൻഷൻ മുടങ്ങിയിട്ട്, അന്ന് കൊടുത്ത കത്താണ്, ആ പെൻഷൻ കൃത്യമായി മാസം ലഭിച്ചിട്ടില്ല എങ്കിൽ എൻ്റെ ഭിന്നശേഷിക്കാരിയായിട്ടുള്ള മകളെയും കൂട്ടി വന്ന് ഞാൻ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുമ്പിൽ പത്രമാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ ആത്മഹത്യ ചെയ്യുമെന്നുള്ളതാണ്.
അതുമായി ബന്ധപ്പെട്ട് ആ കത്തുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി സ്വീകരിച്ചു? അതിൽ പറയാതിരിക്കാൻ വയ്യ. അതിൽ നടപടി സ്വീകരിച്ചത് പെരുവണ്ണാമൂഴി പോലീസാണ്. 9-ാം തീയതി കഴിഞ്ഞ് 10-ാം തീയതി പെരുവണ്ണാമൂഴി പോലീസ് SHO ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പോയി. അദ്ദേഹത്തിനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പെൻഷൻ എൻ്റെ അവകാശമാണ്, അത് മാസം കൃത്യമായി കിട്ടണം. പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആളുകളുടെ കയ്യിൽ നിന്ന് 2 രൂപ സെസ് വാങ്ങുന്നത്. ആ പണം ഈ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? അത് എന്നെ പോലെയുള്ള പാവങ്ങൾക്ക് ലഭിക്കേണ്ട പണമാണ്. അത് കിട്ടാനുള്ള സാഹചര്യവും സാധ്യതയും ഉണ്ടാക്കണമെന്നുള്ളതാണ് പറഞ്ഞത്. ഇവിടെ അദ്ദേഹത്തിന്റെ മരണം നടന്ന ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് എന്താ? ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയതിനു ശേഷം 100 ദിവസത്തെ പണിയെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, 100 ദിവസത്തെ പണി എന്ന് പറയുന്നത് 2023 ഏപ്രിൽ 1 മുതൽ 2024 ജനുവരി വരെ അദ്ദേഹം എടുത്തിട്ടുള്ള പണിയാണ് 100 ദിവസത്തെ പണി എന്ന് പറയുന്നത്. അല്ലാതെ ഈ കത്തിന് ശേഷം അദ്ദേഹത്തിന് 100 പണിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് ആർക്കായാലും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. രണ്ടാമത് പറഞ്ഞത് ഞങ്ങൾ ചേർത്ത് നിർത്തുകയാണ്. ചേർത്ത് നിർത്തതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഞങ്ങൾ അതിദരിദ്രരുടെ ലിസ്റ്റിൽ ഇദ്ദേഹത്തെ പെടുത്തി. അതിദരിദ്രർക്കുള്ള സംഭാവന അല്ലെങ്കിൽ ലഭിക്കുന്നത് എന്താ? മാസത്തിൽ ഓരോ കിറ്റ് ലഭിക്കുന്നുണ്ട്. 5 കിലോ അരി. നേരത്തെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞ 10 കിലോ അരി എന്ന തെറ്റാണത്. 5 കിലോ അരി, 500 ചെറുപയർ, 500 കടല, 500 വെളിച്ചെണ്ണ, അങ്ങനെ 4 or 5 ഐറ്റം ഉൾപ്പെടുന്ന ഒരു കിറ്റാണ് എല്ലാ മാസവും അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അത് മുടങ്ങുന്നില്ല എന്നുള്ള കാര്യത്തിൽ ശ്രീ ജിതേഷ് മുതുകാട് കിറ്റിലേക്ക് എത്തുന്നതിന് മുൻപ് ഇന്ന് സഭയിൽ പറഞ്ഞതും പുറത്തിപ്പോൾ നേതാക്കൾ പറയുന്നതുമായ ഒരു കാര്യത്തിന് കൂടി വ്യക്തത വേണം. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ജോസഫിനും മകൾക്കും 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക കൊടുത്തു എന്നാണ് പറയുന്നത്. 2016 ജൂലൈയിൽ 21,600 രൂപ കൊടുത്തു എന്നാണ്. താങ്കളുടെ അറിവിൽ അങ്ങനെ അത് നൽകിയിട്ടുണ്ടോ? 3 മാസത്തെ കുടിശ്ശിക മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് പ്രതിപക്ഷം അവിടെ കൃത്യമായി സഭയിൽ എടുക്കുന്ന നിലപാട്. ഇതിലെ വസ്തുത എവിടെയാണ് നിൽക്കുന്നത്? 18 അതോ 3? എത്ര കാലമായി ഇവരിത് പറയുന്നു? ഇന്ന് നിയമസഭയിൽ ബഹുമാന്യനായ PC വിഷ്ണുനാഥ് MLA, എൻ്റെ സ്നേഹിതൻ, വളരെ കൃത്യമായി ചോദിച്ചു, ഒരു മാസം നമുക്ക് പെൻഷൻ കൊടുക്കാൻ ആ കാലത്ത് വേണ്ടത് 250 കോടി രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 74 മാസത്തെ പെൻഷൻ 5 കൊല്ലം കൊണ്ട് ഇവർ കൊടുത്തിട്ടുണ്ടാവൂലേ എന്നുള്ള കണക്കാണ് ചോദിച്ചത്. 60 മാസമല്ലേ 5 വർഷത്തേക്കുണ്ടാവൂ? എല്ലാ കാലഘട്ടത്തിലും ഇവർ പറയുന്നതാണ് 18 മാസത്തെ കുടിശ്ശികയുണ്ട് എന്നുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 3 മാസത്തെ കുടിശ്ശിക മാത്രമേ വരുത്തിയിട്ടുള്ളൂ. രേഖയുണ്ട്, പരിശോധിക്കാം. നേരത്തെ ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ അത് സഭയെ തെറ്റിദ്ധരിപ്പിക്കലല്ലേ? ഒരു മെറിറ്റ് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അത് സഭയെ തെറ്റിദ്ധരിപ്പിക്കലല്ലേ? തീർച്ചയായിട്ടും സഭയെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഞാൻ അതിലേക്ക് വരാം. ബഹുമാനപ്പെട്ട ബാലഗോപാൽ എന്ന് പറയുന്ന മന്ത്രി പറഞ്ഞ മറ്റൊരു പച്ചക്കള്ളം കൂടിയുണ്ട്. സ്വാഭാവികമായും ഇത്രയും വിവാദമായ കാര്യത്തിന് അദ്ദേഹത്തിന്റെ മകൾ, ജോസഫിന്റെ മകൾ എവിടെയാണെന്നുള്ളതുള്ള ഒരു സ്വാഭാവികമായ ഒരു അന്വേഷണമെങ്കിലും അവർ നടത്തേണ്ടത്. അദ്ദേഹം പറഞ്ഞതെന്താ? ഭിന്നശേഷിക്കാരിയായിട്ടുള്ള ആ കുട്ടി വെള്ളിമാട് കുന്നിലുള്ള ഒരു സ്ഥാപനത്തിലാണ് ഉള്ളത് എന്നുള്ളതാ. തെറ്റാണത്. അവരെവിടെയാണുള്ളത്? അവർ കോട്ടൂളി നേതാജി നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ കുട്ടിയെ പാർപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ 11 മാസമായിട്ട്. മാത്രവുമല്ല, കഴിഞ്ഞ 11 മാസമായി 16,000 രൂപ ഈ ജോസഫ് എന്ന് പറയുന്ന ഈ വയോധികനായിട്ടുള്ള അച്ഛൻ ഈ കുട്ടിക്ക് വേണ്ടി ആ സ്ഥാപനത്തിൽ കൊണ്ടുകൊടുത്തിട്ടുണ്ട്. അതിന്റെ റെസീറ്റിന്റെ കോപ്പി എന്റെ ഫോണിലുണ്ട്. ഞാൻ പരിശോധനയ്ക്ക് വേണമെങ്കിൽ ഹാജരാക്കാം. എന്ത് പച്ചക്കള്ളമാണ് പറയുന്നത്? 52,400 രൂപ കഴിഞ്ഞ ഒരു വർഷം ഇദ്ദേഹം കൈപ്പറ്റിയെന്ന് പറയുമ്പോൾ അതിൽ 16,000 രൂപ ആ മകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതന്വേഷിക്കണ്ടേ? സ്വാഭാവികമായും മന്ത്രി ഇത്തരമൊരു പ്രസ്താവന നടത്തുമ്പോൾ ആ കുട്ടി ഏത് സ്ഥാപനത്തിലാണെന്ന് നോക്കണ്ടേ? പിന്നെ മന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം, സർക്കാരിന്റെ ഗ്രാന്റ് വാങ്ങിയിട്ടാണ് ആ സ്ഥാപനം നടക്കുന്നത്, അതുകൊണ്ട് പോലും ഞങ്ങൾ ആ പെൻഷൻ തടഞ്ഞിട്ടില്ല എന്നുള്ളതാ. അതും മന്ത്രി വ്യക്തമാക്കേണ്ടതുണ്ട്. സർക്കാരിന്റെ ഗ്രാന്റ് വാങ്ങിയിട്ടാണോ, നല്ലവരായ ആളുകളുടെ ഡൊണേഷൻ സ്വീകരിച്ചിട്ടാണോ ആ സ്ഥാപനം നടക്കുന്നത് എന്നുള്ള ഒരു പരിശോധന കൂടി, ഏറ്റവും മിനിമമായ ഒരു പരിശോധന കൂടി നടത്തിയിട്ട് ഇത്തരം ക്യാപ്സൂളുകൾ ഇറക്കാൻ പാടുള്ളൂ എന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. ശരി, ശ്രീ പ്രേംകുമാറിന്റെ സമയമായി. മറുപടി പറയാനുള്ള സമയമായിരിക്കുന്നു. ക്യാപ്സൂൾ ആണോ അവതരിപ്പിച്ചത്? ധനമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ആ സ്ഥലത്തെ പ്രദേശവാസി തന്നെയാണ് ജിതേഷ് മുതുകാട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് താങ്കൾ മറുപടി പറയരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് അതിന്റെ വസ്തുത നിരത്തി താങ്കൾക്ക് ഖണ്ഡിക്കാം.
അതെ അതെ, മുൻകൂർ ജാമ്യമെടുക്കൽ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. കഷ്ടം. കൃത്യമായ മുൻകൂർ ജാമ്യമെടുക്കൽ. പഞ്ചായത്ത് മെമ്പർ ഒടുവിൽ അവതരിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം കോൺഗ്രസിൻ്റെ മെമ്പറാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ മെമ്പർ, UDFൻ്റെ MLA, BJPയുടെ പ്രതിനിധി, അതോടൊപ്പം തന്നെ മാധ്യമത്തിൻ്റെ കൃത്യമായിട്ടുള്ള സപ്പോർട്ടും. ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കതിൽ ഒരു നിലയിലുള്ള പ്രയാസവും ഇല്ല. ധനമന്ത്രി പറഞ്ഞാൽ ക്യാപ്സ്യൂൾ, കോൺഗ്രസ് മെമ്പറും BJP നേതാവും പറഞ്ഞാൽ അത് ഏറ്റവും മികച്ച വിശദീകരണം, ഇടതുപക്ഷം പറഞ്ഞാൽ ന്യായീകരണം, വലതുപക്ഷം പറഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള വിശദീകരണം. അതിന് കൃത്യമായി അവർക്കത് പറയാൻ ഒരു നിലയിലുള്ള ഇടപെടലുമില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യാം. ഞാൻ പറയാൻ തുടങ്ങി, ഇടപെടലും തുടങ്ങി. അദ്ദേഹത്തിന്റെ അവസ്ഥ അറിയുന്ന ഒരാൾ അത് വിശദീകരിക്കുമ്പോൾ ഇടപെട്ട് എന്ത് ചോദിക്കാനാണ് ശ്രീ പ്രേംകുമാർ? തർക്കിക്കാൻ വേണ്ടി തർക്കിക്കരുത്. താങ്കളുടെ മുന്നിലുള്ള വസ്തുത താങ്കൾക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ വിശദീകരിക്കാമല്ലോ. അല്ല, ഇടപെട്ട് ചോദിച്ചു. അതെ ഞാൻ പറഞ്ഞത്. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇടപെട്ട് സംസാരിച്ചല്ലോ. ഇവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഏറ്റവും ശക്തമായി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചത് കേരളത്തിലെ LDF സർക്കാരാണ്. ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയത് കേരളത്തിലെ LDF സർക്കാരാണ്. 45 രൂപയായിരുന്നു പെൻഷൻ. നായനാർ ഗവൺമെന്റ് ആ പെൻഷൻ കൊണ്ടുവന്നത്. അന്ന് ആ പെൻഷനെ എതിർത്തത് UDF ആണ്. കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്താൽ അവർ കള്ളു കുടിച്ച് കളയുമെന്നായിരുന്നു അന്നത്തെ പ്രതിപക്ഷത്തിന്റെ കൃത്യമായിട്ടുള്ള ന്യായീകരണം അഥവാ വിശദീകരണം. ആ വിശദീകരണം കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? കേരളത്തിൽ UDF ഭരിച്ച AK ആന്റണി ഭരിച്ചിട്ടുള്ള 5 കൊല്ലം, 5 കൊല്ലത്തിൽ 30 മാസം പെൻഷൻ കുടിശ്ശിക വരുത്തിയ ഗവൺമെന്റ്. അന്ന് ആളുകൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ ആത്മഹത്യ ചെയ്യണമായിരുന്നു. ഇപ്പോൾ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ സഭയിലെ കണക്ക് എന്തുമാകട്ടെ, അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയും കൃത്യമായ വിശദീകരണം ഇതിന്റെ ഭാഗമായി പറഞ്ഞിട്ടുണ്ട്. കണക്കാക്കാൻ കഴിയാത്ത സംഖ്യ 15,000 രൂപ പെൻഷന്റെ കുടിശ്ശിക ഉമ്മൻചാണ്ടി ഭരണം അവസാനിപ്പിച്ച് 1ാം പിണറായി സർക്കാർ വന്ന ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ ഓണസമ്മാനമായി കേരളത്തിലെ ഗവൺമെന്റ് കൊടുത്തു. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. 15,000 രൂപ കുടിശ്ശികയായിട്ട് കൊടുക്കണമെങ്കിൽ 3 മാസത്തെ പെൻഷൻ 600 വെച്ച് കണക്കാക്കിയാൽ 15,000 രൂപ വരുമോ? സ്മൃതി ഉൾപ്പെടെയുള്ളവർ, റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ളവർ അന്വേഷിക്കണം, പെൻഷൻ കൊടുത്തിട്ടുണ്ടോ അന്ന് 15,000? അത് വസ്തുതയാണോ, ശരിയാണോ? കോൺഗ്രസിന്റെ ഒരു മെമ്പറുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല ആ കാര്യത്തിൽ. ഉമ്മൻചാണ്ടി സർക്കാർ മാറി LDF സർക്കാർ അധികാരത്തിൽ വന്നതിന്റെ തുടർച്ചയിൽ ആദ്യത്തെ വർഷം 2016 കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക വിതരണത്തിന്റെ അങ്ങേയറ്റത്തെ സംഖ്യ 15,000 വരെയേ ഇപ്പൊ കൊടുക്കാവൂ എന്നാ പറഞ്ഞത്. 15,000-ലധികം കുടിശ്ശിക ഉണ്ടായിരുന്നു. മാസം 600 വെച്ചാൽ 15,000 കുടിശ്ശിക കൊടുക്കണമെങ്കിൽ എത്ര മാസത്തെ പെൻഷൻ ഉണ്ടാവും? ഇപ്പൊ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ എല്ലാം കൃത്യമായി ചെയ്യാൻ ഫയലിംഗിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഫയലിംഗിന്റെ പ്രശ്നം മാത്രമാണോ? കഴിഞ്ഞ ബജറ്റ് എന്താ? കഴിഞ്ഞ ബജറ്റിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിലുറപ്പ് മേഖലയ്ക്ക് നീക്കിവെച്ച സംഖ്യ 33% വെട്ടിക്കുറച്ചത്. അതിനെന്താ BJP പ്രതിനിധിക്ക് പറയാനുള്ളത്? ബജറ്റിൽ വിഹിതം വെച്ചാലല്ലേ അത് കൊടുക്കാൻ പറ്റൂ. ഇവിടെ ഭക്ഷ്യമേഖലയ്ക്ക്, ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യമേഖലയ്ക്ക് കഴിഞ്ഞ തവണ നീക്കിവെച്ചതിനേക്കാൾ എത്ര ശതമാനം സംഖ്യ വെട്ടിക്കുറച്ചത്? ഇവിടെ കേരളത്തിൽ രാസവളത്തിന്റെ സബ്സിഡി എത്രയാ വെട്ടിക്കുറച്ചത്? ബജറ്റിന്റെ ഭാഗമായി തന്നെ വെട്ടിക്കുറവ് വരുത്തല്ലേ. പിന്നെ കടലാസ് കൊടുക്കാത്തോണ്ട് തന്നില്ല എന്നാ പറയുന്നത്. കടലാസ് കൊടുക്കാത്തോണ്ടാണോ? BJP ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാസം 1000 രൂപ പെൻഷൻ ഉണ്ടോ? BJP ഇന്ത്യയിൽ കുറെ സംസ്ഥാനം ഭരിക്കുന്നുണ്ടല്ലോ. കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കർഷക തൊഴിലാളിക്ക് പെൻഷൻ ഉണ്ടോ? സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉണ്ടോ? 1000-ന് മേൽ പെൻഷൻ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു BJP സംസ്ഥാനം, BJPയുടെ പ്രതിനിധി പറയേ. ഇവിടെ ഇപ്പൊ 1600 കൊടുക്കുന്നുണ്ടല്ലോ. 600-ആണ് 1600 ആക്കിയത്. കടം പറയുകയല്ല, കൃത്യമായി കൊടുക്കാണ്. കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയത് കേന്ദ്ര ഗവൺമെന്റാണ്. കേരളത്തിന് അർഹതപ്പെട്ടത് വെട്ടിക്കുറച്ചിട്ടാണ്. അത് കടലാസ് കൊടുക്കാത്തതുകൊണ്ടും ഫയൽ കൊടുക്കാത്തത് കൊണ്ടുമല്ല, രാഷ്ട്രീയമായ വിരോധാണ്. ദേശീയപാതയ്ക്ക് സ്ഥലമെടുക്കുമ്പോൾ ബാക്കി എല്ലായിടത്തും സ്ഥലമെടുക്കാൻ ആവശ്യമായിട്ടുള്ള സംഖ്യ കേന്ദ്രം കൊടുക്കുക. കേരളത്തിൽ വേണമെങ്കിൽ 25% കേരളം തരണം എന്ന് പറയുക. നല്ല മര്യാദയാണല്ലോ. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അതെല്ലാം മനസ്സിലാകുന്നുണ്ട്. കേരളത്തിന് അർഹതപ്പെട്ട അരിവിഹിതം, കുട്ടികളുടെ ഉച്ചഭക്ഷണം പോലും, അതിനുള്ള അരിവിഹിതം പോലും വെട്ടിക്കുറയ്ക്കുന്ന നിലപാടല്ലേ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്? എന്താ കേരളത്തിലുള്ളവർ പാകിസ്ഥാനിലോ ശ്രീലങ്കയിലോ ആണോ? കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? കേരളത്തിൽ കോവിഡിന്റെ ഭാഗമായി, പ്രളയത്തിന്റെ ഭാഗമായി വ്യത്യസ്ത ഘട്ടങ്ങളിൽ കേരളം പ്രയാസം അനുഭവിച്ചപ്പോ അങ്ങനെ പ്രളയം വന്ന സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിയതിന്റെ കാശ് ചോദിച്ച കണ്ണിൽ ചോരയില്ലാത്തവരല്ലേ ഇന്ന് നമ്മുടെ കേന്ദ്ര സർക്കാർ, BJP ഗവൺമെന്റ്? ആ ഗവൺമെന്റിന് കേരളത്തോട് എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കൊണ്ടുവന്നോ? അതാണ് ഇതിന് മറുപടിയായി ശ്രീ പ്രേംകുമാറിന് മുന്നോട്ട് വെക്കാനുള്ളത്. അതായത് ജോസഫ് എന്ന വിഷയത്തിലേക്ക്
മാത്രമായിട്ട് വരാൻ ഉദ്ദേശിക്കുന്നില്ല. കുഴപ്പമില്ല, അതിൽ മുസ്ലിം ലീഗ് പ്രതിനിധി കൂടി മറുപടി പറയേണ്ടതുണ്ട്. ശ്രീ ഷംസുദ്ദീൻ, നിങ്ങൾക്ക് കേന്ദ്രത്തിനോട് ഒരു പരാതിയുമില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിനെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം സർക്കാരിന്റെ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇവിടെ കേരളത്തിൽ കാണിക്കുന്നതും അതാണ്. കേന്ദ്രത്തിന്റെ അവഗണന, ആ വിഷയത്തിൽ നിങ്ങൾ ഒരു സമരം ചെയ്തതായി കാണുന്നില്ല. നിങ്ങളിപ്പോൾ സംസ്ഥാന സർക്കാരിനെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തുന്നു. ഇതിൽ യഥാർത്ഥ പ്രതി കേന്ദ്രമാണ് എന്നത് വസ്തുത അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഇവിടെ ഞങ്ങളുടെ എതിരാളി സർക്കാരാണല്ലോ, ഇടതുപക്ഷമാണല്ലോ, അപ്പോൾ അവർക്കെതിരെ മതി ഇവിടെ പോരാട്ടം എന്നതാണോ? അതങ്ങനെയാണെങ്കിൽ ജനത്തെ ബോധ്യപ്പെടുത്തേണ്ടി വരും. ഇല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികളിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പൊ ഈ ഏറ്റവും അവസാനമായിട്ട് 3500 കോടി രൂപ നമ്മുടെ സംസ്ഥാനത്തിന് അനുവദിച്ചു കിട്ടിയത് എങ്ങനെയാണ്? ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ MP-മാർ നിർമ്മല സീതാരാമനെ കണ്ട് ആ പണം തടഞ്ഞു വെക്കരുത് എന്ന് കൃത്യമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന് ലഭിക്കേണ്ട 3500 കോടി രൂപ കഴിഞ്ഞ മാസം നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടിയത്. അപ്പം ഞങ്ങളാരും അതിൽ കേരളത്തിന് കിട്ടേണ്ട അവകാശങ്ങൾ ആരുടെ മുമ്പിലും ഞങ്ങൾ സറണ്ടർ ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു പാവപ്പെട്ട ഒരു ഭിന്നശേഷിക്കാരൻ നിവൃത്തിയില്ലാതെ ജീവിതം ഈ സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട് ആത്മഹത്യ ഉണ്ടാകുമ്പോൾ അപ്പം നമ്മൾ അങ്ങോട്ടൊന്നും കണക്കെടുത്ത് പോകുന്നതിൽ ശരിയല്ല. ഇതിനെ വളരെ മോശമാക്കി സംസാരിക്കുന്നതും ശരിയല്ല. അതാണിപ്പം ധനകാര്യമന്ത്രി ആയാലും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നമുക്ക് ചർച്ചയ്ക്ക് വന്ന എൻ്റെ സുഹൃത്ത് പ്രേംകുമാർ ആയാലും എല്ലാവരും ആ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. വീഴ്ച പറ്റിയാൽ അത് സമ്മതിക്കണം. ഇവിടെ പെൻഷനിലുള്ള പോരായ്മ കൊണ്ട് തന്നെയാണ് ഈ സാധുവിൻ്റെ ആത്മഹത്യ ഉണ്ടായത്. ഒന്ന്, പിന്നെ അത് പറയുന്നത് പഴയ കാലത്ത് കുടിശ്ശിക ഉണ്ടായിരുന്നില്ലേന്നാ. ഇപ്പോൾ ഇവിടെ നേരത്തെ പഞ്ചായത്ത് മെമ്പർ സൂചിപ്പിച്ചു, PC വിശ്വനാഥ് എന്ന് അസംബ്ലിയിലും പറഞ്ഞു 18 മാസക്കാലത്തെ കുടിശ്ശിക ഉണ്ടായി എന്നുള്ളത് ഒരു വ്യാജ നരേഷനാണ്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഒരു നുണ 1000 തവണ ആവർത്തിക്കുക എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ പിന്നെ 18 മാസത്തെ കുടിശ്ശിക ഉണ്ടാകുമ്പോൾ എത്ര കുടിശ്ശിക എമൗണ്ട് ഒക്കെ ഞങ്ങളവിടെ ചോദിച്ചു, നിയമസഭയിൽ അതെല്ലാം ഉന്നയിച്ചു. അപ്പോൾ 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിട്ടില്ല. അത് പോസ്റ്റ് ഓഫീസ് വഴി കൊടുത്തിരുന്ന ഒരു സംഗതി, അതിന് ചില തടസ്സങ്ങൾ വന്നപ്പോൾ ഉണ്ടായ ഒരു 3-4 മാസത്തെ ബ്രേക്ക് മാത്രമാണ് ആ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ പെൻഷൻ കൊടുക്കുന്നത് നിങ്ങൾ മാത്രമല്ല. പെൻഷൻ അച്യുതാനന്ദൻ സർക്കാർ പോകുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ പെൻഷൻ തുക 300 രൂപയാണ്. അന്ന് ഒരാൾക്ക് എല്ലാ പെൻഷനും വാങ്ങാം. വ്യത്യസ്ത തരത്തിൽ പെൻഷന് അർഹതയുള്ള ആളുകളുണ്ടാവും. അത് അന്ന് UDF കാലത്ത് വാങ്ങാം. ആ 300 ഉമ്മൻചാണ്ടിയുടെ ഫസ്റ്റ് ബഡ്ജറ്റിൽ തന്നെ അത് 600 രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഓരോ വർഷവും അതിന് വർധനമുണ്ടായിട്ടുണ്ട്. 2016 ഫെബ്രുവരിയിൽ UDF അവതരിപ്പിച്ച വോട്ട് ഓൺ അക്കൗണ്ട് പ്രകാരം 1000 രൂപയാണ് ഈ സാമൂഹ്യക്ഷേമ പെൻഷനായിട്ട് കൊടുക്കാൻ തീർച്ചപ്പെടുത്തിയത്. പക്ഷെ അതിനുശേഷം ഗവൺമെൻറ് പോയി. 2016 പിണറായി സർക്കാർ വന്നു. അവർ ആ സംഖ്യയിൽ നിന്നാണ് വർധനമുണ്ടാക്കി ഇന്ന് 1600 രൂപയിൽ എത്തിയിട്ടുള്ളത്. കാലോചിതമായ വർധനവ് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഓരോ സ്റ്റേറ്റിലും ഓരോ രൂപത്തിലാണ്. ഇവിടെ ചോദിച്ചു കോൺഗ്രസ് സംസ്ഥാനങ്ങളിൽ ക്ഷേമ പദ്ധതികളില്ലേന്ന്. ഇപ്പം തെലുങ്കാനയിൽ ജയിച്ചപ്പോൾ ആ സർക്കാർ ചെയ്തത്, നമ്മുടെ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ ചെയ്തത്, കർണാടകയിൽ ഇപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്ത്രീകൾക്ക് അക്കൗണ്ടിലേക്ക് 2000 രൂപ കൊടുക്കുന്നത്, സ്ത്രീകൾക്ക് ബസ് യാത്ര സൗജന്യമാക്കുന്നത്, ഇങ്ങനെ ക്ഷേമ പദ്ധതികൾ. തമിഴ്നാട്ടിൽ മുമ്പുണ്ടായിരുന്ന അമ്മ ഹോട്ടലുകൾ, ഇപ്പോൾ സ്റ്റാലിൻ്റെ ഗവൺമെൻറ് കൊടുക്കുന്ന പദ്ധതികൾ, അതിനെയൊക്കെ തട്ടിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഒന്നുമല്ല. പെൻഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്, അതിനെ ചെറുതായി കാണുന്നില്ല. പക്ഷേ അപ്പോൾ വേറെ സർക്കാരുകൾ മറ്റു രൂപത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്. അല്ലാതെ കേരളത്തിൽ മാത്രമാണ് പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഈ രീതിയിൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതെന്ന് നിങ്ങൾ പറയരുത്. അത് നിങ്ങൾ വല്ലാതെ കൊട്ടിഘോഷിച്ചാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ അതിശക്തമായിട്ട് വിമർശനം വരുന്നത്. ഞങ്ങളെ കാലത്ത് പെൻഷൻ കൊടുക്കുമ്പോൾ ആരും കൊട്ടിഘോഷിച്ചില്ല. ഇത് ലോക്കൽ സെക്രട്ടറിയും CPM ഭരിക്കുന്ന ബാങ്കിൻ്റെ പ്രതിനിധിയൊക്കെ പോയിട്ട് ഇതാ പിണറായി തന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വീട്ടിലും പോയി കൊടുത്ത് അതിനൊക്കെ ഉണ്ടാക്കിയ കവറേജൊക്കെ, നിങ്ങൾ നടത്തിയ പ്രചരണമൊക്കെ രാജ്യത്തെല്ലാവരും കണ്ടതാണ്. ക്ഷേമനിധി പെൻഷൻ താങ്കൾ കൃത്യമായി ചൂണ്ടിക്കാട്ടിയതുപോലെ തെലങ്കാനയിൽ ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ 3016 രൂപയാണ് പ്രതിമാസം. ഇവിടെ 1600 കിട്ടാതെയാണ് ജോസഫിന്റെ ആത്മഹത്യ. ആ ആത്മഹത്യയെ കുറിച്ച് സംസാരിക്കാതെ കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനമാണ് ബഹുമാനപ്പെട്ട പ്രേംകുമാർ ഇവിടെ ഉന്നയിച്ചത്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതികൾ കേരളത്തിനേക്കാൾ അളവ് കൂടിയ രൂപത്തിലുണ്ട്. പക്ഷേ അതിന്റെ പേര് ഇങ്ങനെ ഈ പെൻഷൻ എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ ഈ രൂപത്തിലായിക്കൊള്ളുന്നില്ല. വ്യത്യസ്ത ഒറ്റയ്ക്കും ബാക്കി എല്ലാവരും എതിരാളികളാണ് എന്ന് അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിന് കൂടുതൽ അവസരം കൊടുക്കണമെന്ന് ഞാൻ കരുതുകയാണ്. ശ്രീ പ്രേംകുമാർ, കോവിഡിലെ കരുതലിലാണല്ലോ നിങ്ങൾക്ക് തുടർ ഭരണം കിട്ടിയത്. ശ്രീ പ്രേംകുമാർ,
അപ്പോൾ ആ കരുതൽ ഒരു ഘട്ടത്തിൽ അവസാനിപ്പിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. കാരണം കോവിഡിന് ശേഷം ഈ പെൻഷൻ തുക കിട്ടിയാൽ അത് മാസാമാസം കിട്ടിയത് കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് വയോധികരുണ്ട്. അവരെ സംബന്ധിച്ച് ഈ കുടിശ്ശിക കൂട്ടിച്ചേർത്ത് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ജീവിക്കുന്ന അത്ര ബുദ്ധിമുട്ടാണ്. താങ്കൾ ഈ പറഞ്ഞത് 10 കിലോ അരി എന്നുള്ളത് 5 കിലോ ആണെന്നടക്കമുള്ള കണക്കുകളാണല്ലോ അപ്പുറത്തുനിന്ന് കേൾക്കുന്നത്. അതിനടക്കം മറുപടി നൽകാം. ഈ കോവിഡിലെ കരുതൽ അതിനി അവസാനിപ്പിക്കാനായി എന്നാണോ? അതിന്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും അനുഭവിക്കുന്ന വയോധികരോട് എന്താണ് പറയാനുള്ള സർക്കാരിന്? ആദ്യം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ളതല്ല. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമല്ല കേരളത്തിലെ LDF സർക്കാർ വന്നിട്ടുള്ളത്. LDF സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒരു ബദൽ വികസന കാഴ്ചപ്പാടാണ്. കേരളത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തെ മുന്നോട്ട് ശക്തമായി നയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒട്ടേറെ ഇടപെടലുകളുണ്ട്. ആ ഇടപെടലുകൾക്ക് കരുത്ത് പകരുന്ന ഒരു നയം സംസ്ഥാനത്ത് നടപ്പിലാക്കി എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ കേവലം ഒരു കോവിഡ് വിരുദ്ധ പാക്കേജ് കൊണ്ടോ കോവിഡ് പ്രതിരോധ പ്രവർത്തനം കൊണ്ടോ തുടർഭരണം ലഭിച്ച ഗവൺമെന്റ് അല്ല കേരളത്തിലെ ഗവൺമെന്റ്. ആ സന്ദർഭത്തിലും ഒരു സർക്കാർ, ഇടതുപക്ഷ സർക്കാർ ഉയർന്നു നിന്ന് പ്രവർത്തിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടാണല്ലോ കാര്യം. അതിലേക്ക് തന്നെ വരാം. നിങ്ങൾ നോക്കൂ, ഇന്ത്യയിൽ ഏറ്റവും മികച്ച സാമൂഹ്യ സുരക്ഷാ സംവിധാനമുള്ള സംസ്ഥാനം ഏതാണ്? ജനങ്ങൾക്ക് ക്ഷേമവും കരുതലും ഉറപ്പുവരുത്തുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും അതിദരിദ്രരില്ലാത്ത സമൂഹമായി കേരള സംസ്ഥാനം മാറിയത്? ഇത് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ നിശ്ചയിച്ചിട്ടുള്ള കണക്കോ അതിൽ കമ്മീഷനോ അല്ലല്ലോ. രാജ്യത്തെ ഗവൺമെന്റ്, BJP ഗവൺമെന്റ് നിയോഗിച്ച ഒരു സംവിധാനം അന്വേഷിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അതിദരിദ്രരായ മനുഷ്യരില്ലാത്തത് എത്ര? 1% പോലും ഇല്ല. 0.5% അതിൽ താഴെയോ മാത്രം വിരലിൽ എണ്ണാവുന്ന കുടുംബങ്ങളെ കേരളത്തിൽ അതിദരിദ്രരായിട്ടുള്ളൂ. കൃത്യമായ സർവേയുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട്. അങ്ങനെ വന്നപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് ചെയ്തത് എന്താ? ആകെ 0.5% കേരളത്തിൽ അതിദരിദ്രരുള്ളൂ. അവരെങ്ങനെയാണെങ്കിലും ജീവിച്ചോളട്ടെ എന്നല്ല. അതുകൊണ്ടാണ് ശ്രീ വളയത്തിൽ ജോസഫിന്റെ വീട്ടിലേക്ക് 5 ലക്ഷം രൂപ മുടക്കി ഗവൺമെന്റ്, പ്രാദേശിക സർക്കാർ, പഞ്ചായത്ത് റോഡ് വെട്ടുന്നത്, റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നത്. സാധാരണ നിലയിൽ നടക്കുമോ? അപ്പൊ അതൊരു കാഴ്ചപ്പാടാണ്. ആ 0.5%-യും അവരെയും സാധാരണ നിലയിലേക്ക് അതിദരിദ്ര പട്ടികയിൽ നിന്ന് മോചിപ്പിച്ച് സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി അവർ പട്ടിണി കിടക്കാതെ അവരും അന്തസ്സായി ജീവിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള പരിശ്രമമാണ് കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്നത്. ആ പരിശ്രമത്തിന് എന്ത് സഹായമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്? അത് പറയാതിരിക്കാനാവില്ല. കേന്ദ്രത്തിന്റെ കൂടി സഹായത്തോടു കൂടി വിതരണം ചെയ്യുന്ന പെൻഷനുകളുണ്ട്. ആ പെൻഷനുകളിൽ കേന്ദ്രം തരേണ്ട വാർദ്ധക്യ പെൻഷനുള്ള വിഹിതം കേന്ദ്രം തരുന്നില്ല. സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിന് കുട്ടികൾക്ക് തരേണ്ട അരി വിഹിതം തരുന്നില്ല. അത് തരാത്തത് കൊണ്ട് പദ്ധതി അട്ടിമറിക്കുകയല്ല, അത് എങ്ങനെയെങ്കിലും കേരളം സ്വന്തം നിലയിൽ അധിക വിഭവ സമാഹരണം നടത്തി കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നികുതി ചോർച്ച തടഞ്ഞുള്ള സമാഹരണം നടത്തി കേരളം മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ആരുടെയും ശമ്പളം മുടങ്ങിയിട്ടില്ല, പെൻഷൻ തരില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ പെൻഷൻ തരാമെന്ന് പറയുമ്പോൾ പെൻഷനു വേണ്ടി ഉണ്ടാക്കിയ ഒരു പെൻഷൻ ഫണ്ട് ബോർഡ്, ആ ബോർഡിന്റെ കടം എന്ന് പറയുന്നത് കടം തിരിച്ചു കൊടുക്കാത്തതല്ല, കൃത്യമായി തിരിച്ചു കൊടുക്കുന്നു. 34,000 കടമുണ്ട്, 11,000 ബാക്കിയുള്ളൂ, ബാക്കി തിരിച്ചടച്ചു. എല്ലാ മാസവും ഗവൺമെന്റിന് പെൻഷൻ കൊടുക്കാൻ അത് കൃത്യമായി ഉറപ്പുവരുത്താൻ ഉണ്ടാക്കിയ സംവിധാനമായിരുന്നു പെൻഷൻ ഫണ്ട് ബോർഡ്. എന്തുകൊണ്ടാണ് ഇവിടെ UDF CPM-ന്റെ LC സെക്രട്ടറി പോയിട്ട് ഇതാ പിണറായിയുടെ പെൻഷനാന്ന് പറഞ്ഞല്ലോ? ഇവിടെ ലീഗും കോൺഗ്രസും ഒക്കെ ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട്, അവിടെയും ഈ പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട്. ഇത് കോൺഗ്രസ് തന്നതാണ്, ലീഗ് തന്നതാണ് എന്ന് പറയുന്ന ലീഗിന്റെ നേതാക്കൾ ഉണ്ടാവും. ഞാൻ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയല്ല. അതല്ല ഇവിടുത്തെ പ്രശ്നം. എന്തുകൊണ്ടാണ് UDF-ന്റെ MLA കേന്ദ്രം പെൻഷൻ ഫണ്ട് ബോർഡിന്റെ പ്രവർത്തനത്തെ അട്ടിമറിച്ചതാണ്, അതിനെ ഇല്ലാതാക്കിയതാണ് ഈ പെൻഷൻ വിതരണത്തിന്റെ കാരണമെന്ന അടിസ്ഥാനപരമായ പ്രശ്നം ഇവിടെ മറന്നുപോകുന്നത്? ഈ 6-7 മാസത്തിന് മുമ്പ് കൃത്യമായി ആദ്യത്തെ കൊല്ലം പെൻഷൻ കൊടുത്തിരുന്നല്ലോ. ശ്രീ പ്രേംകുമാർ, അങ്ങ് ഇപ്പോൾ ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിനുള്ള ഒരു മറുപടി എടുത്തതിന് ശേഷം താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ പ്രിന്റു മഹാദേവ്, സാമൂഹിക സുരക്ഷാ പെൻഷനുകളിൽ കേന്ദ്രം നൽകുന്ന വിഹിതം മുടങ്ങുന്നതിനെ കുറിച്ച് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം PFMS വഴി പെൻഷൻ വിതരണം നടത്തണമെന്നുള്ളതൊക്കെ നിർബന്ധമാക്കിയ സാഹചര്യവും അറിയാമല്ലോ. അതിനുശേഷം ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്താണ്? കേന്ദ്ര സഹായം മുഴുവൻ ലഭിച്ചാൽ പെൻഷൻ 2,400 ആക്കാൻ, അതായത് പെൻഷൻ കൂട്ടാൻ സർക്കാർ തയ്യാറാണ് എന്ന് ധനമന്ത്രി ഇന്ന് ആർജവത്തോടെ സഭയിൽ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. പാവങ്ങൾക്കൊപ്പമാണ് കേന്ദ്ര സർക്കാരെങ്കിൽ
അതിന് ആസ്പദമായ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം ഈ വിഹിതം ലഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടേ? വിമർശിച്ചാൽ മാത്രം മതിയോ? ശ്രീ പ്രിന്റു മഹാദേവ്, ശ്രീ കെ പ്രേംകുമാർ ഉന്നയിച്ച ചോദ്യത്തിനുള്ള മറുപടി. അല്ല മേഡം, ഇതിനൊക്കെ സംബന്ധിച്ച് നമുക്കറിയാം ആദരണീയനായിട്ടുള്ള നമ്മുടെ MP NK പ്രേമചന്ദ്രൻ നമ്മൾ ഉന്നയിച്ച ഈ വിഷയങ്ങളൊക്കെ പാർലമെന്റിനകത്ത് കൃത്യമായിട്ട് ഉന്നയിച്ചതാണ്. പാർലമെന്റിനകത്ത് നുണ പറയാൻ സാധിക്കില്ലല്ലോ, കണക്കുകളും സത്യം മാത്രമല്ലേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കേന്ദ്രം ഈ സംസ്ഥാന സർക്കാർ ഇപ്പോഴും 1980കളിലെ നമ്മുടെ പേപ്പറിനകത്താണ് നിൽക്കുന്നത്. ഈ രാജ്യം മുഴുവൻ മാറി സാർ. ഇതേ പ്രശ്നം തമിഴ്നാടിനുണ്ടായിരുന്നു. തമിഴ്നാട് പ്രശ്നം പരിഹരിച്ചതുകൊണ്ട് കഴിഞ്ഞ മാസത്തിലാണ് തമിഴ്നാടിന് 3.5 ലക്ഷം കോടി രൂപ GST വിഹിതമായി ലഭിച്ചത്. നോക്കൂ, അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും അക്കമിട്ട് എണ്ണി പറഞ്ഞ് അദ്ദേഹത്തിന് മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടില്ല. പിന്നെ വീണ്ടും അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസംഗം പോലെ അത് ഇത് എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു MLA ആണെന്നുള്ള ബോധ്യത്തോടുകൂടി അദ്ദേഹം സംസാരിക്കും. ഒന്ന് ഈ ഉച്ചഭക്ഷണവുമായി കണക്കിലേക്ക് വരാം. ഞാൻ കണക്കിലേക്ക് പറയാം. മേഡം, 750 കോടി രൂപയാണ് ഒരു വർഷം ക്ഷേമ പെൻഷന് നൽകേണ്ടത്, സംസ്ഥാന സർക്കാരിന് വേണ്ടത്. അതിൽ നമ്മുടെ കേന്ദ്രം നൽകേണ്ട വിഹിതം എന്ന് പറയുന്നത് മേഡം 33 കോടി രൂപ മാത്രമാണ്. നമ്മൾ മനസ്സിലാക്കണം, 33 കോടി രൂപയാണ് ക്ഷേമ പെൻഷന് നൽകേണ്ടത്. അതിൽ 57.2 ലക്ഷം പേർക്കാണ് സംസ്ഥാന സർക്കാർ പെൻഷൻ നൽകുന്നത്. അതിൽ കേന്ദ്രം പണം നൽകുന്നത് 5.7 ലക്ഷം ആളുകൾക്ക് മാത്രമാണ് മേഡം. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇതിനകത്ത് ഈ 33 കോടിയുടെ കമ്മി കൊണ്ട് ഈ കേന്ദ്രം ഈ 33 കോടിയുടെ കമ്മി കൊണ്ടാണ് ഈ മുഴുവൻ ആളുകൾക്കും പെൻഷൻ നൽകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് എന്ന് പറയുന്നതിൽ ഔചിത്യം എന്താണ് മേഡം? 5.7 ലക്ഷം പേർക്ക് മാത്രമാണ് കേന്ദ്ര സർക്കാർ എന്നുള്ള വിഹിതം ലഭിക്കുന്നുള്ളൂ. ബാക്കി 50 ലക്ഷം പേരും ഈ സംസ്ഥാന സർക്കാർ പെൻഷൻ നൽകേണ്ട ആളുകളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതിനകത്ത് യാതൊരു യുക്തിയുമില്ലാതെ കേന്ദ്രം പണം തന്നില്ല. കേന്ദ്രം ഏത് പദ്ധതിക്കാണ് പണം തരാത്തത്? അത് പറയണ്ടേ ആദരണീയനായിട്ട് MLA? നിങ്ങൾ പറയൂ, ഈ ഒക്ടോബർ മാസത്തിലല്ലേ ക്ഷേമ പെൻഷന്റെ 1ാം ഗഡു കേന്ദ്ര സർക്കാർ അനുവദിച്ചത്? നിങ്ങൾ 2ാം ഗഡു അനുവദിക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള കണക്കുകൾ അവതരിപ്പിക്കൂ. കണക്കുകൾ അവതരിച്ച് പിറ്റത്തെ മാസം നിങ്ങൾക്ക് ഫണ്ട് കിട്ടും. അതിൽ യാതൊരു സംശയവും വേണ്ട. സുതാര്യമാണ് കേന്ദ്രത്തിന്റെ ഈ മാനേജ്മെന്റ് സിസ്റ്റം. പ്രിന്റു മഹാദേവ്, നേരത്തെ ചില കണക്കുകൾ ഞാൻ വായിച്ചിരുന്നല്ലോ. അല്ല മേഡം, ഇതിനകത്ത് നേരത്തെ അദ്ദേഹം പറഞ്ഞതിൽ 750 കോടി രൂപയാണ് ശരാശരി ഒരു വർഷത്തിൽ ഇവിടെ ക്ഷേമ പെൻഷനുകൾക്ക് നൽകേണ്ടത്. 33 കോടി രൂപയാണ് കേന്ദ്ര വിഹിതം എന്ന് പറയുന്നത്. കഴിഞ്ഞ നവംബർ 17-ാം തീയതി 606 കോടി രൂപയാണ് ഈ വയോജനം, വിധവ ക്ഷേമ പെൻഷനുകൾക്കായി കേന്ദ്ര സർക്കാർ കുടിശ്ശിക അനുവദിച്ചത്. ഈ കുടിശ്ശിക അനുവദിക്കുക എന്ന് പറയുന്നത് സാർ, ഈ കുടിശ്ശിക പണം കൃത്യമായിട്ട് ഈ പാവപ്പെട്ടവർ കൊടുത്താൽ മതി. അതല്ല ചെയ്തത്. ഫണ്ട് വകമാറ്റിക്കൊണ്ട് ഇവിടെ ആകെ ചെയ്ത പരിപാടി, ഇവിടുത്തെ പ്രശ്നം അടിസ്ഥാന ജനവിഭാഗത്തിന്റെ തെരുവിലേക്ക് അവൻ പട്ടിണി കടന്ന് മരിച്ചോട്ടെ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 82% പണം മേഡം പോകുന്ന പണം എന്ന് പറയുന്നത് ഇവിടുത്തെ മധ്യവർഗമാണ്. മധ്യവർഗം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ, MLA അടക്കമുള്ള ആളുകളുടെ ശമ്പളം മുടങ്ങുന്നുണ്ട് മേഡം. നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട കാര്യമല്ലേ? ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ 1 രൂപ പോലും അവരുടെ ശമ്പളം മുടങ്ങുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ 82% കേന്ദ്ര പദ്ധതികളുടെ വിഹിതം ഇവിടുത്തെ സംസ്ഥാന ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാവുന്ന രീതിയിലേക്ക് വകമാറ്റുമ്പോഴാണ് ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന് കിട്ടേണ്ട 1600 രൂപ നൽകാൻ സർക്കാരിന് സാധിക്കാതെ പോകുന്നത്. ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കണം. കൃത്യമായ കെടുകാര്യസ്ഥിതിയുള്ള ധനകാര്യ മാനേജ്മെന്റ് കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനം ഈ 4 ലക്ഷം കോടിയിലേക്ക് കടബാധ്യതയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അടിസ്ഥാന ജനവിഭാഗമാണ് അതിൽ കഷ്ടപ്പെടുന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ വികസിത കേരളത്തിലുള്ള, വികസിത ഇന്ത്യയിലേക്കാണ് രാജ്യം കുതിക്കുന്നതെന്ന് നിങ്ങൾ പറയുമ്പോൾ വികസിത കേരളത്തിലുള്ള ഈവനിംഗ് ഷോ മടങ്ങിയെത്താം. നമുക്ക് ജിതേഷ് മുതുകാടിലേക്ക് ഒന്ന് പോകാൻ തോന്നുന്നു. ജിതേഷ്, ഇപ്പോൾ ഒരുപാട് കണക്കുകൾ കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും കണക്കുകൾ വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ക് പറച്ചിലാണ്. പക്ഷെ നമുക്ക് ഈ ജോസഫിന്റെ ആത്മഹത്യയിലേക്ക് വരുമ്പോൾ അതിനുശേഷം ആ കുടുംബത്തിന് കിട്ടിയ സഹായം, സർക്കാർ അവരോട് കാണിച്ചിരിക്കുന്ന നിലപാട്, ഇതിലൊക്കെ നിങ്ങൾ എത്ര കാര്യങ്ങൾ അറിയുന്നുണ്ട്? നിങ്ങൾ അതിനുശേഷം ആ കുടുംബത്തിന് എന്തൊക്കെ സഹായം ചെയ്തു? അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? അദ്ദേഹത്തിൻ്റെ മരണശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിനെയും ആ കുടുംബത്തെയും വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടാണ് CPM മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഏറെ ഉത്തരവാദിത്തപ്പെട്ട MLA ഏറ്റവും താഴെക്കട്ടയിൽ കിട്ടിയിട്ടുള്ള ക്യാപ്സൂളുകൾ വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നിരന്തരമായി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന ആളായിരുന്നു എന്നാണ് ഒന്നാമത്തെ വാദം. ഇതിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് 1984 അദ്ദേഹം കൊട്ടിയൂരിൽ നിന്ന് വന്ന് അദ്ദേഹം ഇപ്പം താമസിക്കുന്ന സ്ഥലത്തെ ഭൂമി കയ്യേറി അവിടെ താമസിച്ചു എന്നുള്ളതാണ്.
ശുദ്ധ അസംബന്ധമാണ്, തെറ്റാണത്. 1984 അദ്ദേഹം ചെറുപുഴയിൽ നിന്നാണ് വന്നത്. 1. 2, അദ്ദേഹം കാക്കത്തുരുത്തേൽ ടോമി എന്ന് പറയുന്ന ഒരാളോട് 8,000 രൂപ കൊടുത്ത് 1 ഏക്കർ 30 സെന്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങിയാണ്. പരിശോധിക്കാം നമുക്ക്. നേരത്തെ MLA പറഞ്ഞല്ലോ ഇവിടെ സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന്. ഞാൻ സംസാരിക്കുന്ന കാര്യത്തിലൊക്കെ എൻ്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള രേഖകളുണ്ട്. ഞാൻ എവിടെയും അത് സബ്മിറ്റ് ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് വസ്തുത വളച്ചൊടിക്കരുത്. 8,000 രൂപയ്ക്ക് അയാൾ വില കൊടുത്ത് വാങ്ങിയിട്ടുള്ള സ്ഥലം, അതിൽ 89-ൽ അദ്ദേഹത്തിന് 50 സെന്റ് സ്ഥലത്തിന് പട്ടയം കിട്ടുന്നു. ബാക്കിയുള്ള സ്ഥലം അയാൾ വില കൊടുത്ത് വാങ്ങിയതാണ്. ആ സ്ഥലത്തിനും പട്ടയം ആവശ്യമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വില്ലേജ് ഓഫീസിലും കളക്ടറേറ്റിലും പോയി. അതിൽ അദ്ദേഹത്തിന് തെറ്റു പറയാൻ വേണ്ടി കഴിയുമോ? വില കൊടുത്തു വാങ്ങിയ അദ്ദേഹത്തിൻ്റെ കൈവശ ഭൂമിക്ക് പട്ടയം വേണമെന്നുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പോയത്. പക്ഷേ നിലവിൽ നമ്മുടെ നിയമം 50 സെന്റ് പട്ടയം കൊടുത്ത ആൾക്ക് അടുത്ത സ്ഥലത്തിന് പട്ടയം കൊടുക്കാനുള്ള സാധ്യതയും സാഹചര്യവും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫയൽ മടക്കിയതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യം ന്യായമായിരുന്നു. അദ്ദേഹം കളക്ടറേറ്റിൽ പോയി പറഞ്ഞതെന്താ? എനിക്ക് അർഹതപ്പെട്ട എൻ്റെ കൈവശത്തുള്ള ഞാൻ വില കൊടുത്തു വാങ്ങിയിട്ടുള്ള ഈ ഭൂമിക്ക് പട്ടയം ലഭിക്കണം. പട്ടയം ലഭിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. കാരണം ആ രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ കഴിഞ്ഞ കുറച്ച് കാലമായി എത്തിച്ചിരിക്കുന്നു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം ചെക്കിട്ടപാറയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുണ്ട്. നമുക്ക് ഓർമ്മയുണ്ടാവും, ഓരോ ഫയലുകളും ഓരോ ജീവിതമാണ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടായിരുന്നു ആദ്യത്തെ പിണറായി ഗവൺമെന്റ് അധികാരത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ചെക്കിട്ടപാറ പഞ്ചായത്തിലുള്ള ചെമ്പരോട വില്ലേജ് ഓഫീസിന് മുമ്പിൽ ജോയി എന്ന് പറയുന്ന ഒരു കർഷകൻ തൻ്റെ സ്ഥലത്തിന് നികുതി എടുക്കാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുണ്ടായി. അദ്ദേഹവും ഇതേ സമാനമായ രീതിയിൽ ആത്മഹത്യാ കുറിപ്പ് എഴുതി ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുത്തു. യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. അവസാനം അദ്ദേഹം മരണം സംഭവിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭൂമിക്ക് നികുതി എടുത്തു. അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ബോധ്യപ്പെട്ടു. ആ കുടുംബത്തിന് 18 ലക്ഷത്തോളം രൂപ ശ്രീ ജിതേഷ് മുതുകാട് ഇപ്പോൾ ചെമ്പനോട് സംഭവത്തെക്കുറിച്ച് സൂചിപ്പിച്ചതുകൊണ്ടാണ് ശ്രീ ജിതേഷ് മുതുകാട് ചെമ്പനോടെ കുറിച്ച് സൂചിപ്പിച്ചതുകൊണ്ടാണ് ഇവിടെ നോക്കൂ, ജോസഫിന്റെ മരണത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള മറ്റു പരാമർശങ്ങളും ചില നേതാക്കളിൽ നിന്ന് വന്നിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകനാണ് മരണക്കുറിപ്പ് എഴുതി നൽകിയത്, മാധ്യമ പ്രവർത്തകനാണ്, 2 കൈകൾക്കും ശേഷിയില്ലാത്തയാൾ എങ്ങനെ മരണക്കുറിപ്പ് എഴുതും? അങ്ങനെയുള്ള പല പല ചോദ്യങ്ങൾ താങ്കളും കേട്ടിട്ടുണ്ടാകുമല്ലോ അവിടെ പ്രാദേശികമായി മുഴങ്ങുന്നത്. ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ മരണം സംഭവിച്ചപ്പോൾ ഗവൺമെന്റിനെതിരാണ്, ഈ മരണത്തിന്റെ ഉത്തരവാദി ഗവൺമെന്റ് ആണ് എന്ന് വന്നപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ എന്തൊക്കെ മാർഗമുണ്ടോ ആ മാർഗമെല്ലാം ഉപയോഗിച്ച് മുന്നോട്ട് പോവുകയാണ്. അവിടുത്തെ പ്രാദേശിക പത്രപ്രവർത്തകനായിട്ടുള്ള രാജൻ വർക്കി എന്ന് പറയുന്ന ദീപിക പത്രത്തിന്റെ റിപ്പോർട്ടർ, അദ്ദേഹമാണ് ഈ പറയുന്ന ആത്മഹത്യാ കുറിപ്പ് എഴുതി കൊടുത്തതെന്നാണ് പറയുന്നത്. ഞാൻ അന്ന് തന്നെ അങ്ങനെയാണെങ്കിൽ വിദഗ്ധ പരിശോധനയ്ക്ക് ആ ആത്മഹത്യാ കുറിപ്പ് തയ്യാറാക്കണം. ആത്മഹത്യയിലുള്ള പോലീസ് അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു? പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിൽ മറ്റൊരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ടുകൊണ്ട് നേരത്തെ MLA പറഞ്ഞത്, ഇദ്ദേഹത്തിന് വീട്ടിലേക്ക് റോഡ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളൊരു വാദം പറയുന്നുണ്ടല്ലോ പഞ്ചായത്ത് പ്രസിഡന്റും സംസ്ഥാന ഗവൺമെന്റൊക്കെ. എങ്ങനെയാണ് ഇദ്ദേഹത്തിന് വീട്ടിലേക്ക് റോഡ് ഉണ്ടാക്കി കൊടുത്തത്? ഇദ്ദേഹത്തിന്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റുള്ള CPIM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി അദ്ദേഹം ഇന്നില്ല. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാത്രമായി 5 ലക്ഷം രൂപയുടെ മുകളിൽ പണം മുടക്കിക്കൊണ്ട് കോൺക്രീറ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്. അപ്പോഴും പാപ്പൻ ചേട്ടൻ 2 വടിയും കുത്തിപ്പിടിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നിരങ്ങി കയറി പോകേണ്ട അവസ്ഥയാണുള്ളത്. അങ്ങനെ 1.5 വർഷക്കാലം ചെക്കിട്ടപാറ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കയറി ഇറങ്ങിയിട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഇടപെടൽ കൊണ്ടല്ല, ഞാൻ അടിവരയിട്ട് പറയുന്നു, ആധികാരികമായി പറയുന്നു, അവിടുത്തെ അന്നത്തെ ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി അനീഷ് അരവിന്ദും അവിടുത്തെ ഇപ്പോഴുമുള്ള ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഓവർസീറായിട്ടുള്ള ശ്രീ പ്രബീഷിന്റെയും ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ 2022-23 വർഷത്തെ തൊഴിലുറപ്പ് പദ്ധതിയിൽ 4,38,961 രൂപ മുടക്കി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കോൺക്രീറ്റ് ചെയ്ത ഇവരാ മരണം തൊട്ട് ആ സമയം മുതൽ പറയുന്നത് അദ്ദേഹത്തെ ചേർത്ത് നിർത്താൻ വേണ്ടി ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുന്നു. അതിലൊരു വ്യക്തത വേണമല്ലോ ശ്രീ ജിതേഷ് മുതുകാട്. അങ്ങനെയാണെങ്കിൽ ചെക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ അവാസ്തവമായ കാര്യങ്ങൾ ബോധപൂർവ്വം പ്രചരിപ്പിക്കുന്നതാണോ? അദ്ദേഹം പറയുന്നു അതിദരിദ്രരുടെ പട്ടികയിലാണ്, പുതിയ വീടിന് 4 ലക്ഷം അനുവദിച്ചു, സഞ്ചരിക്കുന്നതിന് മുച്ചക്ര വാഹനം കൊടുത്തു, വീട്ടിലേക്ക് വാഹനം പോകില്ലെന്ന് പറഞ്ഞപ്പോൾ 5 ലക്ഷം മുടക്കി റോഡ് നിർമ്മിച്ചു, 54,000 രൂപ പെൻഷനായും തൊഴിലുറപ്പ് കൂലിയായും 2023 കൈപ്പറ്റി, എല്ലാ മാസവും 10 കിലോ സൗജന്യ
ഭക്ഷ്യധാന്യം. അദ്ദേഹത്തിന്റെ സൗണ്ട് ബൈറ്റ് അടക്കം വന്നിട്ടുള്ളതാണ് ഇതിലൊക്കെ. അപ്പോൾ ഇങ്ങനെ അവാസ്തവം പ്രചരിപ്പിക്കുകയാണെങ്കിൽ അതിനെതിരെ നിയമ നടപടിയിലേക്ക് പൊയ്ക്കൂടെ കോൺഗ്രസിന്? തീർച്ചയായിട്ടും ഞങ്ങൾ അതിൻ്റെ എല്ലാ ഘട്ടത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഏറ്റവും അവസാനം കേൾക്കണം, ദയനീയമായ അവസ്ഥ. CPIM-ന്റെ മുതുകാടിലെ ലോക്കൽ കമ്മിറ്റിയുടെ പൊതുയോഗം കഴിഞ്ഞ ദിവസം നടന്നു. ആ പൊതുയോഗത്തും ലൈവായിട്ട് നിങ്ങൾക്ക് പരിശോധിക്കാം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ FB പേജ്, അതിൽ ലൈവ് ഉണ്ട് അദ്ദേഹത്തിന്റെ പൊതുയോഗ പ്രസംഗം. ആ പൊതുയോഗത്തിൽ അദ്ദേഹം ഉന്നയിച്ച ഗുരുതരമായിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് ഈ പറയുന്ന ജോസഫിന് പൂഴിത്തോട് യൂണിയൻ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ടിൽ വലിയൊരു പണം FD ആയി നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഇന്ന് കാലത്ത്, കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു പൊതുയോഗം, ഇന്ന് കാലത്ത് അദ്ദേഹത്തിന്റെ FB ലൈവിലൂടെ അത് പുറത്തുവിടുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ സമയം വരെ അദ്ദേഹത്തിന്റെ ലൈവ് ഞങ്ങളാരും കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് കാലത്ത് ജോസഫിന്റെ മക്കള് ആ ബാങ്കിൽ പോയി, പൂഴിത്തോട് യൂണിയൻ ബാങ്കിൽ പോയി രേഖാമൂലം എഴുതി കൊടുത്തു. സമാനമായി ഇടുക്കിയിൽ മറിയക്കുട്ടി ചേർത്തി ചെയ്തതുപോലെ തന്നെ രേഖാമൂലം എഴുതി കൊടുത്തു. ഞങ്ങളുടെ അപ്പനായ ജോസഫിന്റെ അക്കൗണ്ടിലുള്ള FD പിൻവലിക്കാൻ എന്തൊക്കെ നിലപാട് സ്വീകരിക്കണമെന്ന് എഴുതി കൊടുത്തപ്പോൾ അവിടുത്തെ ബ്രാഞ്ച് മാനേജർ പറഞ്ഞു, ജോസഫ് എന്ന് പറഞ്ഞ ആൾക്ക് ഇവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് പോലുമില്ല. എഴുതി കൊടുത്തതിന്റെ രേഖ എന്റെ കയ്യിലുണ്ട്. ഏറെ ബഹുമാനപ്പെട്ട MLA-ക്ക് ഞാൻ ഇപ്പൊ കാണിക്കണമെങ്കിൽ കാണിക്കാം. അതിന് മറുപടി പറയണം. ഇത് മറിയക്കുട്ടി കോടതിയിൽ പോയി, കോടതിയിൽ നിന്ന് സർക്കാരിനാണ് തിരിച്ചടി നേരിട്ടത്. ഇതിപ്പോൾ ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഒരാൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു, അയാളെ വീണ്ടും വീണ്ടും കൊല്ലുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഏത് തലത്തിലായാലും നടത്തുന്നത് അംഗീകരിക്കുന്നുണ്ടോ? ഇപ്പോൾ ധനമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞതിന്റെ കൂടിയ രൂപമാണ് അവിടെ പഞ്ചായത്തിൽ നിന്ന് കേട്ടിരിക്കുന്നത്. ശ്രീ പ്രേംകുമാർ. ഓക്കെ, ഞാൻ ആരെയാണ് വിളിച്ചെന്ന് കൃത്യമായി പറയാത്തത് കൊണ്ടാണ് ഒരു മിനിറ്റ് വൈകിച്ചത്, ക്ഷമിക്കണം. ഇവിടെ എന്തെല്ലാമാണ് ഈ കോൺഗ്രസിൻ്റെ വാർഡ് മെമ്പർ പറയുന്നത്? അദ്ദേഹം പറയുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വേണ്ടാന്ന് പറഞ്ഞു, പഞ്ചായത്ത് സെക്രട്ടറി റോഡ് വെട്ടാൻ പറഞ്ഞു. ഞാൻ പറയുന്നത് അവിടുത്തെ ഇത്തരത്തിലുള്ള ന്യായീകരണ വാദങ്ങൾ ഉന്നയിച്ചിട്ട് അപഹാസ്യരാവല്ലേ കോൺഗ്രസ് ചെയ്യുന്നത്? ഒരു പഞ്ചായത്ത് മെമ്പർ, ഒരു പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിൽ സെക്രട്ടറിക്ക് മാത്രമായിട്ട് റോഡിന് ഫണ്ട് വയ്ക്കാൻ പറ്റുമോ? അതിനെല്ലാം ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു ഒരു ഭരണസമിതിയല്ല ഇവിടെ. ആ ഭരണസമിതിയുടെ നേതൃത്വം, ഭരണസമിതിയിൽ ഭൂരിപക്ഷം കിട്ടാത്തതിൻ്റെ ദേഷ്യം ഇവിടെ ചാനൽ ചർച്ചയിൽ വന്ന് തീർക്കേണ്ട കാര്യം എന്താ? പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പറഞ്ഞതിൽ വസ്തുതാ വിരുദ്ധതയുണ്ടോ? നവംബറിൽ അദ്ദേഹം പരാതി കൊടുക്കുന്നു, എനിക്ക് പെൻഷൻ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട്. ആഗസ്റ്റിൽ കൊടുത്തിട്ടില്ല പരാതി. നവംബറിൽ പരാതി കൊടുത്തതിന് ശേഷം ജനുവരിയിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിന് 54,000 രൂപ അദ്ദേഹം പിൻവലിച്ചതായി, അദ്ദേഹത്തിന് കിട്ടിയതായി കൃത്യമായി പറയുന്നു. അതിൽ വസ്തുതാവിരുദ്ധം ഉണ്ടോ? ഉണ്ടെങ്കിൽ കോൺഗ്രസിന്റെ മെമ്പർ പറ. വസ്തുതയല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്? പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് എന്താണ് വസ്തുതാവിരുദ്ധമായിട്ടുള്ളത്? 10 കിലോ അരി വീതം അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിക്കുന്നു. അല്ല 5 കിലോ ആണെന്ന് ഇദ്ദേഹം പറയുന്നു. എന്താണ് ഞാൻ കൃത്യമായിട്ട് അത് അതിനെ സംബന്ധിച്ച് ഉന്നയിക്ക് പറയാം. അദ്ദേഹത്തിന് മുച്ചക്ര വാഹനം കൊടുക്കാനും അദ്ദേഹത്തിന് വീട് വയ്ക്കാൻ ആവശ്യമായ സഹായം ചെയ്യാനും പഞ്ചായത്തിന്റെ പട്ടികയിലില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് കടവാണ്. അങ്ങനൊരു വാദമുണ്ടോ? എന്തെല്ലാമാണ് ഈ പറയുന്നത്? 5 കൊല്ലം ഭരിച്ചിട്ട് 2.5 കൊല്ലം 30 മാസം പെൻഷൻ കുടിശ്ശിക വരുത്തിയിട്ടുള്ള ഒരു ഗവൺമെന്റിനും അതിന് നേതൃത്വം കൊടുത്ത പാർട്ടിയുടെയും ഭാഗമാണ് കോൺഗ്രസ് എന്ന് ഓർത്തോളണം. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക വരുത്തിയിട്ടുള്ള ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കുടിശ്ശിക വരുത്തിയിട്ടുള്ള പെൻഷൻ, അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ എന്നുള്ളത് ഓർക്കണം. പെൻഷൻ ഫണ്ട് ബോർഡിനെതിരായി അതിൻ്റെ പെൻഷൻ ഫണ്ട് ബോർഡ് കടമെടുക്കാനുള്ള അതിൻ്റെ അനുമതിയെ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്തേ വാർഡ് മെമ്പർക്ക് അറിയാത്തത്? പറയുന്നേ ഇല്ലല്ലോ അതിനെ പറ്റിയിട്ട്. BJPക്ക് കൊട പിടിക്കല്ലേ കോൺഗ്രസ്? അതല്ലേ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത്. കേരളം തകർന്നാലും ശരി, കേരളത്തിന് അർഹതപ്പെട്ടത് മുടക്കിയാലും ശരി, ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന മട്ടിലല്ലേ പറയുന്നത്. അവിടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട കൃത്യമായി അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ, അതിൽ ഇടപെടാൻ അവിടെ പ്രാദേശികമായി എന്താ കോൺഗ്രസ് ചെയ്തത്? കോൺഗ്രസ് എന്തെങ്കിലും ചെയ്തോ? മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള കാര്യം, ഞാൻ അത്തരത്തിൽ വളയത്തിൽ ജോസഫ് എന്ന് പറയുന്നയാളുടെ മരണത്തിൽ വേദനയുണ്ട്, ധനകാര്യ വകുപ്പ് മന്ത്രി അത് പറഞ്ഞാണല്ലോ തുടങ്ങിയത്. എന്തേ റിപ്പോർട്ടർ അത് കാണാതെ പോകുന്നത്? അങ്ങനെയാണല്ലോ തുടങ്ങിയത്. നമ്മൾ എവിടെ ആ മരണത്തിൽ അത് നന്നായി എന്നൊരു അഭിപ്രായമോ അല്ലെങ്കിൽ അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞോ? ധനമന്ത്രി അത്തരമൊരു വാദം പറഞ്ഞോ? റിപ്പോർട്ടർ അങ്ങനെ പറഞ്ഞിട്ട് മരണകാരണമല്ല ഞാൻ പറയുന്നത്. മരണകാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ കേരളത്തിൽ അർഹതപ്പെട്ട വിഹിതം തരാത്തത് കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഭാഗമായിട്ടുണ്ടാവുക?
ഇപ്പൊ ഇവിടെ നേരത്തെ BJP പ്രതിനിധി പറഞ്ഞല്ലോ, ഞങ്ങൾ ആകെ 15 കോടി രൂപ മാത്രമേ ഞങ്ങൾ പെൻഷനിലേക്ക് വീതമായിട്ടുള്ളൂ. 15 കോടിയുടെ പെൻഷൻ വീതത്തിൽ 606 കോടി രൂപ കുടിശ്ശിക അനുവദിച്ചു എന്ന് പറഞ്ഞാൽ എത്ര മാസത്തെ കുടിശ്ശിക? 606 കോടി രൂപ കുടിശ്ശിക അനുവദിച്ചു എന്നാണ് BJP പ്രതിനിധി പറഞ്ഞത്. ഒരക്ഷരം ഉണ്ടോ കോൺഗ്രസിന്റെ മെമ്പർ? 606 കോടി ഒരു പ്രശ്നവുമില്ല. ഇതാണ് പ്രശ്നം. സ്മൃതിക്കും അതിലൊരു ചോദ്യമില്ല. ആകെ ഞങ്ങൾ 15 കോടിയെ ഒരു വർഷം കേരളത്തിലേക്ക് സാമൂഹ്യക്ഷേമ പെൻഷന്റെ കേന്ദ്ര വീതമായി നൽകുന്നുള്ളൂ എന്ന് ഇതേ ഫ്ലോറിൽ നിന്ന് BJP നേതാവ് പറയാണ്. BJP പ്രതിനിധി പറഞ്ഞു, അതിന്റെ തുടർച്ചയിൽ തന്നെ പറഞ്ഞു 606 കോടി രൂപ കുടിശ്ശികയായിട്ട് കൊടുത്തു എന്ന്. കേന്ദ്രവിഹിതം നൽകുന്നില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കേന്ദ്രവിഹിതം നൽകുന്നില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതിലൊക്കെ വെട്ടിക്കുറച്ചു എന്നതിന്റെ കണക്കുകൾ ഞാനല്ലേ പറഞ്ഞത്. കേന്ദ്രവിഹിതം നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ എത്രയാണ് കുടിശ്ശിക? എത്രയാണ് കുടിശ്ശിക? 15 കോടി ഒരു മാസം തരേണ്ടത് 606 കോടി രൂപയാകണമെങ്കിൽ എത്ര മാസത്തെ കുടിശ്ശിക വേണം സ്മൃതി? എവിടേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്? ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലെ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നു എന്ന വാദം. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ഒരാൾ ജീവത്യാഗം ചെയ്യാമെന്ന് തീരുമാനിക്കുമ്പോൾ ആ വിഷയത്തിൽ കുറച്ച് മനുഷ്യത്വം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിലെ പ്രതികരണങ്ങളിൽ മനുഷ്യത്വം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രീ പ്രേംകുമാർ, നിങ്ങളെ കഴിഞ്ഞോ? ഞാൻ പറയണോ അതോ അടുത്ത ആളിലേക്ക് പോവുകയാണോ? ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയും. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഗവൺമെന്റ് നിലപാടെടുത്തിട്ടുള്ളത്. ഞാൻ സൂചിപ്പിക്കട്ടെ, ഇവിടെ ഇപ്പോ സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ ഒരാളുടെ ആത്മഹത്യ. അതാ ഞാൻ പറഞ്ഞത്, ആന്റണി ഭരിച്ച് തുടർന്നു വന്ന കാലത്ത് 5 വർഷം 60 മാസത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് 30 മാസത്തെയും പെൻഷൻ കുടിശ്ശിക വരുത്തിയാൽ കേരളത്തിലെ പെൻഷൻ ഗുണഭോക്താക്കളിൽ അന്ന് പകുതി പേര് ആത്മഹത്യ ചെയ്യണമായിരുന്നു. കേരളത്തിലെ പകുതിയോളം വരുന്ന മനുഷ്യർ പെൻഷൻ ഗുണഭോക്താക്കൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നു. പെൻഷനെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ തുടർഭരണത്തിലാണ്. കേരളത്തിൽ ആദ്യമായുള്ള തുടർഭരണമാണ്. തുടർഭരണത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മുൻ സർക്കാരിനെ പറയുന്നത് അർത്ഥമില്ല. ശ്രീ പ്രേംകുമാർ, കാര്യങ്ങളിലൊന്നും ഒരു ഒളിച്ചോട്ടവും ഇല്ല. അതെ, ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ കാര്യത്തിലേക്ക് തന്നെ വരാം. ഇതെന്താണ് നിങ്ങൾ ഇതെന്താ ഈ ഭാഗം എന്താണ് നിങ്ങൾ കേൾക്കാത്തത്? ഞാൻ പറയട്ടെ, കേരളം എങ്ങനെയാ 2021 അധികാരത്തിൽ വന്ന ഗവൺമെന്റ് 21 പെൻഷൻ മുടങ്ങിയോ? 21 നിങ്ങൾ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന മെയ് മാസം മുതൽ തുടർന്നുള്ള മാസം കൊണ്ട് എടുത്തോ പെൻഷൻ മുടങ്ങിയോ? പെൻഷൻ എന്ന് മുതൽ മുടങ്ങാൻ തുടങ്ങി? എന്താണ് അതിന്റെ കാരണം? കേരളത്തിന് അർഹതപ്പെട്ടത് ലഭിക്കാത്തതിന്റെ പ്രശ്നമാണ്. കേരളം പെൻഷൻ ഒരു പക്ഷേ കൃത്യമായി വിഹിതം ലഭിച്ചില്ലെങ്കിൽ പോലും കൊടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കേരളത്തിന്റെ പെൻഷൻ ഫണ്ട് ബോർഡ് എന്ന് പറയുന്ന സങ്കല്പം അത് യാഥാർത്ഥ്യമായിരുന്ന കാര്യം അത് തകർത്തതാണ്. ശരി, ശ്രീ പ്രേംകുമാർ, നമ്മുടെ സമയം അവസാനിക്കുന്നുണ്ട്. പെൻഷൻ മുടങ്ങിയതിന് കേന്ദ്രവിഹിതം കിട്ടാത്തതാണ് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുമ്പോഴും മുടങ്ങാതെ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇനിയും മുടങ്ങില്ല എന്ന ചില പ്രഖ്യാപനങ്ങളുമുണ്ട്. അവിടെയാണ് ഈ വിമർശനം ഉയരുന്നത്. നമുക്ക് സമയക്കുറവുണ്ട്, നമുക്ക് അവസാനിപ്പിച്ചാലോ? അതെ, അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീന് അവസാനം ഒരു 30 സെക്കൻഡിൽ പൂർത്തിയാക്കണം. സമയം അവസാനിക്കും. ഒരു തിരുത്തുണ്ട്. അല്ല, ഇവിടെ ഈ പെൻഷൻ ഫണ്ട് ബോർഡിനെ കുറിച്ച് പറഞ്ഞു. ഈ പെൻഷൻ ഫണ്ട് ബോർഡും കിഫ്ബിയും തുടങ്ങുമ്പോഴേ ഞങ്ങൾ പറഞ്ഞതാണ് ഇതിനിങ്ങനെ ഔട്ട് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണ്, ബഡ്ജറ്റിന്റെ പുറത്തുള്ള കടമെടുപ്പായിട്ടാണ് നിങ്ങൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ അത് നിലനിൽക്കില്ല നിയമപരമായി. CNAG അത് തന്നെ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് ആ അർത്ഥത്തിലാണ് ഇതിനുള്ള പെൻഷൻ ഫണ്ട് ബോർഡിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയത്. അല്ലാതെ ഞങ്ങൾ തടസ്സപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഇതിൽ CNAGയുടെ വാദം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന്റെ തിരിച്ചടവ് സംസ്ഥാന റവന്യൂവിൽ നിന്നാണ്. അപ്പം കടം വാങ്ങുന്നത് സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നും അത് ബഡ്ജറ്റിന് പുറത്തുള്ളതാണെന്നും പറയുകയും തിരിച്ചടവ് ബഡ്ജറ്റിൽ നിന്ന് നൽകുമ്പോൾ അത് ശരിയായ രീതിയല്ല. അത് വികസിത കേരളത്തിന് മുന്നോട്ട് കുതിക്കണമെങ്കിൽ വിഹിതം വാങ്ങിയെടുക്കണ്ടേ? ഇരവാദം പറഞ്ഞുകൊണ്ട് CPIM അല്ലെങ്കിൽ സർക്കാർ മാത്രം നിന്നാൽ മതിയോ? എന്തുകൊണ്ട് പ്രതിപക്ഷം ഈ അർഹിക്കുന്ന വിഹിതം വാങ്ങിയെടുക്കാൻ ഒപ്പം നിൽക്കുന്നില്ല? ആ ചോദ്യത്തിനുള്ള മറുപടി ഒരു 30 സെക്കൻഡിൽ പറഞ്ഞാൽ നമുക്ക് ഈ ചർച്ച അതിൽ അവസാനിപ്പിക്കാം. ഒപ്പം നിന്നുകൂടെ? കേരളത്തിന്റെ ആവശ്യമല്ലേ? ഇതിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം തകർക്കുന്നതിൽ കേന്ദ്ര ഗവൺമെന്റ് വലിയ തോതിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. കേരളത്തിന് അർഹതപ്പെട്ടത് കിട്ടാൻ ഞങ്ങൾ എപ്പോഴും ഗവൺമെന്റിന്റെ കൂടെ കേരളം ഒന്നിച്ചു നിൽക്കണം. ഇപ്പൊ ഇവർ ഈ സമരത്തിന് പോകുന്നത് തെരഞ്ഞെടുപ്പ് എടുത്തിട്ടാണ്. ഈ വിളി ഇവരെ ഞങ്ങൾ 1.5 കൊല്ലം മുമ്പ് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ മോഡിയാണ് പ്രശ്നമെങ്കിൽ, കേന്ദ്രമാണ് പ്രശ്നമെങ്കിൽ വരൂ, നമുക്ക് ഒന്നിച്ച് ഡൽഹിയിൽ പോയി സമരം ചെയ്യാമെന്ന്. അന്ന് ഞങ്ങളുടെ വെല്ലുവിളിയെ
ഇന്നത്തെ ഭരണകക്ഷി ഏറ്റെടുത്തിട്ടില്ല. ഇപ്പൊ പോകുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായി 8-ാം തീയതി നിങ്ങൾ പോകുന്നുണ്ട്. ഈ സംഗതി ഞങ്ങൾ മുമ്പേ പറഞ്ഞതാണ്. പിന്നെ ഇടപെടേണ്ട ഘട്ടങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ഞങ്ങളെ MP-മാർ 19 പേര് കേരളത്തിൽ നിന്ന് UDF ആണ്. അവർ വളരെ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, ശശി തരൂരിന്റെ നേതൃത്വത്തിൽ പോയി നിർമ്മലാ സീതാരാമനെ കണ്ടതും അന്ന് പെൻഡിംഗ് ആയിരുന്ന ആ മാസം കിട്ടേണ്ടിയിരുന്ന 3500 കോടി രൂപ കേരളത്തിന് അനുവദിച്ചത് ആ ഡെലിഗേഷനെ തുടർന്നായിരുന്നു. അപ്പൊ ഞങ്ങൾക്കൊന്നും കേരളത്തിനെ തകർക്കണമെന്ന് യാതൊരു ചിന്ത പോലുമില്ല. ശരി, വളരെ നന്ദി ഈവനിംഗ് ഷോയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇനി ഇടവേളയ്ക്ക് ശേഷം You are watching Reporter Evening Show.